ഏകനാദാവിനി സാംഗീ മനസ്സിന്റെ ആത്മികാവീശു ശങ്കരാചാര്യ അസ്മദാചാര്യ സദസ്യ പരാണാം സ്വാമി ഭഗവത്പാദം ശങ്കരം ശങ്കരം ശങ്കരാചാര്യം കേശവരായം സൂത്രഭാഷ്യകൃതോ വന്ദേ ഭഗവന്തോ പുനഃ പുനഃ ഈശ്വരോ വ്യാപ്തദേഹായ ദക്ഷിണാമൂർത്തയേ നമഃ. പരമ്പരയെ സ്മരിച്ചുകൊണ്ട് ഗുരുതാകയും ആറാമാന്യകൾ ഭാഷ്യകാരൻ വ്യാഖ്യാനിച്ചത് കാമസങ്കൽപ്പോ ചികിത്സ ശ്രദ്ധ ശ്രദ്ധ ധൃതിർ അധൃതിർ ഹ്രീ ഭീർ ഭീരിത്യത സർവം മനേവ. ഈ വാക്യം വളരെ പ്രധാനപ്പെട്ടതാണ്. ഇത് ഭാഷകാരൻ തന്നെ ധാരാളം ഭാഗത്ത് ഇത് ആവർത്തിക്കുന്നുണ്ട്. എന്താണ് മനസ്സ്, മനസ്സിന്റെ സ്വരൂപം എന്താണ്, കാമസങ്കല്പാദികൾ, സംശയം, ശ്രദ്ധ, അശ്രദ്ധ, ഇതെല്ലാം എന്താണ്, ഇതിനാത്മാവുമായിട്ട് എന്താ ബന്ധം തുടങ്ങിയ കാര്യങ്ങൾ ഇവിടെയാണ് ചർച്ച ചെയ്യുന്നത്. അദ്വൈത സിദ്ധാന്തത്തെ സംബന്ധിച്ച് ഇത് വളരെ പ്രധാനപ്പെട്ടാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞു. കാരണം മനസ്സിനെ കുറിച്ച് വളരെ ചർച്ച ചെയ്തിട്ടുള്ളതാണ് ന്യായ വൈശേഷിക ദർശനങ്ങളിലും മറ്റും. ഒരു കാമസങ്കല്പങ്ങൾ ഇവിടെ പറയുന്നു. കാമസങ്കല്പം, സംശയം, ഇതിനെ ഒരു ആത്മഗുണങ്ങളായിട്ട് സ്വീകരിച്ചു. ആത്മാവിന്റെ ഗുണങ്ങളാണ്, ആത്മധർമ്മങ്ങളാണ്. അദ്വൈതി പറയുന്നതല്ല, കാമസങ്കല്പങ്ങളെല്ലാം മനസ്സിന്റെ ധർമ്മങ്ങളാണ്. അത് പ്രമാണമായിട്ടാണ് ഇത് സ്വീകരിക്കുന്നത്. അസ്തിത്വീ സിദ്ധേ മനസ്സ് സ്വരൂപാർത്ഥം വിധിച്ചത് കാമസ്ത്രീ വ്യതികരാഭിലാഷാദി സങ്കല്പ പ്രത്യുപസ്ഥിത വിഷയവികൽപ്പനം ശുക്ലനീലാദിഭേദേന വിചികിത്സ സംശയജ്ഞാനം ശ്രദ്ധ അധിഷ്ഠാർത്ഥേഷു കർമ്മസു ആസ്തിക്യ ബുദ്ധിർദ്യവതാദൃഷിച്ച കാമം. എല്ലാ തരത്തിലുള്ള അഭിലാഷങ്ങളും സങ്കല്പം, ഒരു വസ്തുവിനെ കുറിച്ച് ഇതിന്നതാണെന്ന് തിരിച്ചറിയുന്നു. വികൽപ്പനം, വിചികിത്സ, സംശയം, ശ്രദ്ധ, കർമ്മം, ദേവത തുടങ്ങിയ കാര്യങ്ങളിലുള്ള വിശ്വാസം, അതാണ്
അധിഷ്ഠാർത്ഥേഷു കർമ്മസ്. അതിൽ ശ്രദ്ധയുണ്ടെങ്കിലേ കർമ്മം ചെയ്യാൻ കഴിയും. അതൊരു വിശ്വാസം എന്ന് പറയാം. ദേവതാദികൾ ഉണ്ടെന്നുള്ള വിശ്വാസം. അശ്രദ്ധ, തദ്വിപരീത ബുദ്ധി, അതില്ലാതിരിക്കുക. ധൃതി, ധൃതിക്ക് ധൈര്യം എന്നുള്ള അർത്ഥമുണ്ട്. ഇവിടെ ഭാഷ്യകാരൻ പറയുന്നത് ധാരണം ദേഹാദ്യവസാദ ഉത്തംബനം. ശരീരത്തിൽ മറ്റുള്ള ഒരു ശക്തി, ശരീരം മറ്റും തളർന്നു പോകുമ്പോൾ അതിനെ നിലനിർത്താൻ സഹായിക്കുന്ന ഒരു ശക്തിവിശേഷം. അധൃതിർ തദ്വിപരീയ, തളർന്നു പോവുക. ശരീരത്തിന് മറ്റും കിട്ടുന്ന ബലം അതാണ് ഹരി, ലജ്ജ, ദീഹി, പ്രജ്ഞ. ഭീഹി, ഭയം. ഇത്യേതദ്മാദികം സർവം മനേവ. ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് എണ്ണി പറഞ്ഞു കഴിഞ്ഞാൽ ആന്തരികമായിട്ട് എന്തൊക്കെയുണ്ട് ഉള്ളിൽ അനുഭവപ്പെടുന്ന വികാരങ്ങളെല്ലാം, കാമക്രോധാദികളെല്ലാം മനസ്സാണ്. എന്നുവെച്ചത് ആത്മഗുണമല്ല, ആത്മധർമ്മമല്ല. മനസ്സെന്ന് പറയുന്നത് സ്വതന്ത്രമായ ഒരു പദാർത്ഥമാണ്. അതിന്റെ പരിണാമങ്ങളാണ്, അല്ലെങ്കിൽ അതിന്റെ ധർമ്മമാണ് എന്നിവിടെ ശ്രുതി നേരിട്ട് പറയുന്നു. സർവം മനേവ. മനസ്സോ അന്ധകരണസ്യ രൂപാണ്യതാനി. മനസ്സെന്ന് പറയുന്ന അന്ധകരണമാണ്. അന്ധ എന്ന് വെച്ചാൽ ഉള്ളിലുള്ള കരണം. കരണം എന്ന് പറഞ്ഞാൽ ഉപകരണം എന്നുള്ള അർത്ഥം. ഒരു കർത്താവ് ഒരു പ്രവൃത്തി ചെയ്യാൻ പ്രവൃത്തി ചെയ്യുന്നവൻ കർത്താവ്. ആ പ്രവൃത്തി ചെയ്യാൻ അയാൾ ഉപയോഗിക്കുന്ന വസ്തുക്കരണം. എഴുതുന്നവൻ കർത്താവ്, എഴുതാൻ ഉപയോഗിക്കുന്ന പേന കരണം. അതുപോലെ ഇവിടെ ബാഹ്യകരണങ്ങളുണ്ട്. ജീവൻ ആണ് ഇവിടെ കർത്താവ്. ആ ജീവന്റെ ബാഹ്യകരണങ്ങളാണ് ഈ ശരീരം ഉൾപ്പെടെയുള്ളത്, കൈ, കാല്. പിന്നെ അതിനേക്കാൾ കുറച്ചുകൂടി ആന്തരികമാണ് ബുദ്ധിയിന്ദ്രിയങ്ങൾ. അതിന് കർണങ്ങളെന്ന് പറയും. ഇത് ആ കർണങ്ങൾ പ്രവർത്തിക്കുന്ന കണ്ണ്, മൂക്ക്, നാക്ക്, ചെവി, ഇതെല്ലാം ബാഹ്യകർണങ്ങൾ എന്ന് പറയും. അതിനെ അപേക്ഷിച്ച് അന്തഃ, ഉള്ളിലുള്ളത് മനസ്സ്. ഇതിനെല്ലാം പിന്നിലുള്ളത് ഉള്ളിലുള്ളതുകൊണ്ട് അതിന് പറയുന്നു അന്തഃകരണം. ജീവന് പ്രവർത്തിക്കുന്നതിനുള്ള, വിഷയങ്ങളിൽ പ്രവർത്തിക്കുന്നതിനുള്ള കർണം, അതാണ് മനസ്സ്. അതുകൊണ്ട് അതിന് അന്തഃകരണമെന്ന് പേര് വന്നു. ഉള്ളിലുള്ള കർണം എന്നുള്ള അർത്ഥം. രൂപാണ്യതാനി, അന്ധകരണത്തിന്റെ രൂപങ്ങളാണ്. വൃത്തി എന്ന് പറയും, പരിണാമം എന്ന് പറയും, ധർമ്മം എന്ന് പറയും. ഒരേ അർത്ഥം തന്നെ. ഭയം മനസ്സിന്റെ വൃത്തി എന്ന് പറയും, മനസ്സിന്റെ പരിണാമം. മനസ്സൊരു അവസ്ഥാന്തരത്തെ പ്രാപിക്കുന്നത് ഭയം, കാമം, ക്രോധം എല്ലാം. അന്ധകരണസിൻ രൂപാണി ഏതാനി. ദ്വൈത പ്രവൃത്തി ഉന്മുഖം മനോ ഭോക്തൃകർമ്മവശ നാനാർത്ഥാകാരേണ വിവർത്തതേ. ദ്വൈതപ്രവൃത്തി ഉന്മുഖം മന, ദ്വൈതപ്രവൃത്തി, ഈ ദ്വൈത പ്രപഞ്ചം
ആ ദ്വൈതപ്രപഞ്ച വിഷയമായിട്ട് മനസ്സ് പ്രവർത്തിക്കുന്നത് തയ്യാറാകുന്നു. അത് എങ്ങനെ പ്രവർത്തിക്കുന്നു? ഭോക്തൃകർമ്മവശ. ഭോക്താവ്, ഈ ദ്വൈതപ്രപഞ്ചത്തെ അനുഭവിക്കുന്ന ഭോക്താവ്, ആ ഭോക്താവിന്റെ കർമ്മത്തിനനുസരിച്ച്, പുണ്യപാപം ആണ് കർമ്മം എന്ന് പറയുന്നത്, ആ ഭോക്താവിന്റെ പുണ്യപാപ രൂപത്തിലുള്ള കർമ്മത്തിനനുസരിച്ച് മനസ്സ് ഈ ദ്വൈതപ്രപഞ്ചത്തിൽ പ്രവർത്തിക്കുന്നു. അതിനുവേണ്ടി എന്ത് ചെയ്യുന്നത്? നാനാർത്ഥാകാരേണ വിവർത്തത. അത് നാനാരൂപത്തിൽ പരിണമിക്കുന്നു, വിശേഷ രൂപങ്ങളെ പ്രാപിക്കുന്നു. വിവർത്തത എന്ന് വെച്ചാൽ നാനാരൂപങ്ങളെ പ്രാപിക്കുന്നു. ഇവിടെ ശ്രുതി പറയുന്നു, ഇത്യേത സർവം മനേവ എന്നിങ്ങനെ തുടങ്ങി സർവവും മനസ്സാണ്. സർവവും മനസ്സെന്ന് പറഞ്ഞാൽ ഉള്ളിലുള്ളത് സർവവും എന്നാണ്. കാമസങ്കല്പാദി സർവവും മനസ്സ് തന്നെ പറയുന്നു. ദേഹേന്ദ്രിയാദി പ്രപഞ്ചജാതം സർവം ഇത് വിവക്ഷിതം. അത് ഉള്ളിലുള്ള കാമക്രോധാദികളൊന്നും മാത്രം എടുക്കണ്ട. ദേഹം, ഇന്ദ്രിയം തുടങ്ങിയ പ്രപഞ്ചജാതം, ഈ കാണുന്ന സമ്പൂർണ്ണ പ്രപഞ്ചവും എന്നുള്ള വിവക്ഷയിൽ അവിടെ പറഞ്ഞിരിക്കുന്നു. മനസ്സ് തന്നെ വിവക്ഷിതം. എന്തുകൊണ്ട്? മനോമാത്രത്വ ദ്വൈതസ്യ. ഈ ദ്വൈതം എന്ന് പറയുന്നത് അതൊക്കെ മനസ്സ് മാത്രമാണ്. മനോമാത്രത്വ ദ്വൈതസ്യ. അദ്വൈതത്തിൽ സാധാരണ ചർച്ച ചെയ്യുന്ന ഒരു വിഷയമാണ്. മനോമാത്രം ഇതം സർവം. ഇവിടെ എന്തെല്ലാം ദ്വൈതരൂപത്തിൽ അനുഭവപ്പെടുന്നുണ്ടോ എല്ലാം മനസ്സ് തന്നെയാണ്. വേറെ രീതിയിലും സാധാരണ പറയാറുണ്ട്, മനസ്സുണ്ടോ പ്രപഞ്ചമുണ്ടോ, മനസ്സില്ലേ പ്രപഞ്ചമില്ല, അങ്ങനെയും പറയും. ഇവിടെ പറയുന്നത് മനസ്സ് ഉള്ളതുകൊണ്ട് പ്രപഞ്ചമുണ്ടെന്നുമല്ല. മനസ്സുണ്ടോ പ്രപഞ്ചമുണ്ട്, മനസ്സിന്റെ പ്രപഞ്ചമില്ല എന്ന് പറയുന്നൊരു തർക്കമാണ്. ഇവിടെ പറയുന്നത് അതല്ല, സർവവും ദേഹേന്ദ്രിയം, ദേഹം ഉൾപ്പെടെയുള്ള ഈ പ്രപഞ്ചം, ഈ സർവവും മനസ്സാണെന്നാണ്. അത് മനസ്സിലാക്കാൻ അല്പം പ്രയാസമുള്ള കാര്യമാണ്. കാരണം നമ്മുടെ അനുഭവത്തിൽ ദേഹത്തെ ആശ്രയിച്ചാണ് മനസ്സ് പ്രവർത്തിക്കുന്നത്. എന്ന് പറയുന്നത് നമ്മുടെ തലയ്ക്കുള്ളിൽ രാസപ്രവർത്തനങ്ങളുടെ ഫലമായി മനസ്സുണ്ടാകുന്നു എന്നൊക്കെയാണ് നമ്മൾ ധരിച്ചിരിക്കുന്നത്. ശരീരവും മനസ്സാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരീരത്തിൽ മനസ്സ് പ്രവർത്തിക്കുന്നു എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കും. ശരീരവും മനസ്സെന്ന് പറയുമ്പോൾ അങ്ങനെ ശരിയാകും. ഇവിടെ പറയുന്നത് ദേഹേന്ദ്രിയാദി പ്രപഞ്ചം സർവവും അദ്വൈതത്തിൽ മനസ്സാണെന്നോ. അങ്ങനെ പറയാൻ എന്താ കാരണം? കാരണം ദേഹേന്ദ്രിയാദി ഈ പ്രപഞ്ചം എല്ലാം പഞ്ചഭൂതാത്മകമാണെന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാകും. അങ്ങനെ മനസ്സിലാക്കിയാൽ ഇത് മനസ്സാണെന്ന് പറഞ്ഞാലും മനസ്സിലാക്കാൻ എളുപ്പമാണ്.
ഇതെല്ലാം പഞ്ചഭൂതാത്മകമാണല്ലോ. മനസ്സെന്ന് പറയുന്നത് എന്താണ്? അതും പഞ്ചഭൂതാത്മകമാണ്. ശരീരാദികളിൽ നിന്നും അതിനുള്ള വ്യത്യാസമുണ്ട്. അത് സൂക്ഷ്മഭൂതങ്ങൾ. സൂക്ഷ്മഭൂത അല്ലെങ്കിൽ തന്മാത്രാരൂപത്തിലുള്ളതാണ് മനസ്സ്. അത് തന്നെ സ്ഥൂലതയെ പ്രാപിച്ചതാണ് ഈ ശരീരവും പ്രപഞ്ചമല്ല. ഈ പ്രപഞ്ചത്തിന്റെ എല്ലാം സൂക്ഷ്മരൂപത്തെ പറയുന്നതാണ് തന്മാത്രയെന്ന്. അതിന് പരിണാമം സംഭവിച്ചിട്ടാണ് ഈ സ്ഥൂല പ്രപഞ്ചമായത്. ആ സ്ഥൂല രൂപത്തിൽ പരിണമിക്കാതെ അസ്ഥിതി എന്നാണ് മനസ്സ്. അപ്പം മനസ്സാണ് സർവ്വം എന്ന് പറയുന്നതിൽ തെറ്റില്ല. പക്ഷെ ജീവൻ ഈ പ്രപഞ്ചത്തെ ഗ്രഹിക്കുമ്പോൾ ആ ജീവനിൽ ഈ മനസ്സ് കരണമായിട്ടിരിക്കുന്നു, അന്ധകരണമായിരിക്കുന്നു. ഇത് തന്മാത്രാരൂപത്തിലുള്ള മനസ്സ്, സൂക്ഷ്മ രൂപത്തിലുള്ള മനസ്സ്. ബാഹ്യമായ പ്രപഞ്ചം അതും ആ തന്മാത്രകളുടെ പരിണാമം തന്നെ, അത് ഗ്രാഹ്യമായിരിക്കുന്നു, വിഷയമായിരിക്കുന്നു. ഇത് രണ്ടിൽ നിന്നുണ്ടാകുന്ന ഗ്രഹണം, മനസ്സും പ്രപഞ്ചവും കൂടിച്ചേരുമ്പോൾ ഉണ്ടാകുന്ന ജ്ഞാനം, പ്രപഞ്ചബോധം, അതിനെ ഗ്രഹണമെന്ന് പറയും. അത് ഈ മനസ്സ് തന്നെയാണ്. അത് മനസ്സിന്റെ വിശേഷതയാണ്. അത് കരണമായും ഇരിക്കുന്നു, അത് തന്നെ പരിണമിച്ച് ജ്ഞാനമായും ഇരിക്കുന്നു. മനസ്സിനെ കുറിച്ച് നമ്മൾ മുമ്പ് ചർച്ച ചെയ്തിട്ടുണ്ട്. അത് എപ്പോഴും അത് ജ്ഞാനമയമായേ ഇരിക്കും. മനസ്സിന് ജഡമായിരിക്കാൻ കഴിയത്തില്ല. മനസ്സിന് ജഡമെന്ന് പറയുമെങ്കിൽ അത് തന്മാത്രാരൂപമായതുകൊണ്ട് അതിനെ ജഡമെന്ന് പറയുമെങ്കിൽ അത് ജ്ഞാനമയമായേ ഇരിക്കും. അത് ഇന്ദ്രിയങ്ങളുടെ സഹായത്തോടുകൂടി വിഷയങ്ങളെ ഗ്രഹിക്കുമ്പോൾ ആ മനസ്സ് തന്നെ സ്വയം ജ്ഞാനരൂപത്തിൽ സ്ഥിതി ചെയ്യും. പറയുന്ന വിഷയജ്ഞാനം എന്ന് പറയുന്നു. ആ രീതിയിലായാലും മനോമയമാണ്. സർവജഗത്തും മനോമയമാണ്, തന്മാത്രാമയമാണ് എന്ന് പറയാം. രണ്ടിന്റെയും തത്വം ഒന്നായിരുന്നു. പിന്നെ ഒരു തർക്കം എന്നുള്ള നിലയ്ക്ക് പറയും, എന്താണ്? മനസ്സുണ്ടെങ്കിലേ പ്രപഞ്ചമുള്ളൂ, മനസ്സില്ലെങ്കിൽ പ്രപഞ്ചമില്ല. ജാഗ്രത സ്വപ്നങ്ങളിൽ മനസ്സുണ്ട്, അതുകൊണ്ട് പ്രപഞ്ചമുണ്ട്. സുഷുപ്തിയിൽ മനസ്സില്ല, അതുകൊണ്ട് പ്രപഞ്ചമില്ല. ഇത് ഒരു കേവല തർക്കമാണ്. ഈ തർക്കം എന്ന് പറയുന്നത് പ്രമാണമായിട്ട് സ്വീകരിക്കുക. തർക്കം ആശ്രയിക്കുന്ന താർക്കികന്മാരാണ്. പക്ഷെ ഒരു തർക്കത്തെ പ്രമാണമായി സ്വീകരിക്കത്തില്ല. പ്രമാണം എന്ന് പറഞ്ഞാൽ പ്രത്യക്ഷമായ അനുഭവങ്ങളെ ഉണ്ടാക്കിത്തരുന്ന ചക്ഷുരേന്ദ്രിയം, ത്വഗേന്ദ്രിയം, ഇതെല്ലാം പ്രമാണങ്ങളാണ് അവരെ സംബന്ധിച്ച്. പുകയെ കണ്ടിട്ട് തീയുണ്ടെന്നും ബോധമുണ്ടാക്കിത്തരുന്ന അനുമാനം, അത് പ്രമാണമാണ്. ആ പ്രമാണത്തിന് സഹായകമായിട്ടേ തർക്കത്തെ സ്വീകരിക്കും. തർക്കം പ്രമാണമാണ്, കാരണം അതിൽ നിന്ന് പ്രമേയം ഉണ്ടാകത്തില്ല. പക്ഷെ അത് പ്രമയ്ക്ക് സഹായിക്കും. അതുകൊണ്ട് അദ്വൈതിയും അങ്ങനെ അതിനെ പ്രമാണമായി സ്വീകരിച്ചിട്ടില്ല. അങ്ങനെയെല്ലാം പറയുന്നത് ചില പോരായ്മകളുണ്ട്. മനസ്സുണ്ടെങ്കിലേ പ്രപഞ്ചമുള്ളൂ, ബോധമുണ്ടെങ്കിലേ പ്രപഞ്ചമുള്ളൂ, ബോധമില്ലെങ്കിൽ പ്രപഞ്ചമില്ല.
തർക്കത്തിൽ ന്യൂനതകളുണ്ട്. തർക്കം പ്രമാണം അങ്ങനെയല്ല. പ്രമാണത്തിൽ നിന്ന് പ്രമേയുണ്ടാവും, യഥാർത്ഥമായ ജ്ഞാനം ഉണ്ടാവും. കണ്ണൊരിന്ദ്രിയമാണ്, അതിന് വിഷയവുമായിട്ട് ബന്ധം വന്നു കഴിഞ്ഞാൽ ആ വിഷയത്തെക്കുറിച്ചുള്ള ശരിയായ ജ്ഞാനം ഉണ്ടാവും. മറ്റു ദോഷങ്ങളൊന്നും അവിടെ ഇല്ലെങ്കിൽ. തർക്കത്തിന് പോരായ്മകളുണ്ട്. മനസ്സ് വിഷയങ്ങളെ ഗ്രഹിക്കുന്നു. അതുകൊണ്ട് മനസ്സിന്റെ സൃഷ്ടിയാണ് വിഷയം. എന്നുള്ള അർത്ഥത്തിലല്ല പറയുന്നത്. വാസ്തവത്തിൽ ജാഗ്രത സ്വപ്നങ്ങൾ അനുഭവം അതിന് കാരണം മനസ്സ് തന്നെയാണ്, ജ്ഞാനമയമായിരിക്കുന്ന മനസ്സ്. അപ്പോൾ ജാഗ്രത സ്വപ്ന അനുഭവങ്ങൾ എങ്ങനെയാണ് ഉണ്ടാകുന്നത്? ജീവന് മുഖ്യമായിട്ട് ജാഗ്രത സ്വപ്ന അനുഭവങ്ങൾ ഉണ്ടാകുന്നത് അസ്ഥി നാസ്തി എന്ന രണ്ട് രൂപത്തിലാണ്. അല്ലെങ്കിൽ അസ്ഥി അല്ലെങ്കിൽ നാസ്തി. അതാണ് ജാഗ്രത സ്വപ്ന അനുഭവങ്ങളെല്ലാം. ഇതിന് കാരണം മനസ്സാണ്. മനസ്സ് പ്രവർത്തിക്കുന്നിടത്ത് ഇങ്ങനെയുള്ള അനുഭവം ഉണ്ടാകത്തുള്ളൂ. പുസ്തകമുണ്ട്, പേനയില്ല, ജാഗ്രതയിലെ അനുഭവമാണ്. ഇത്തരത്തിൽ അസ്ഥി നാസ്തി രൂപത്തിൽ പ്രപഞ്ചാനുഭവം ഉണ്ടാകുന്ന രണ്ടനുഭവതലങ്ങളാണ് ജാഗ്രത സ്വപ്നം. അത് മനസ്സുള്ളത് കൊണ്ട് തന്നെ അതുണ്ടാവും. എന്നാൽ അതുകൊണ്ട് തന്നെ മനസ്സ് അല്ലെങ്കിൽ ജ്ഞാനം അല്ലെങ്കിൽ ബോധം അതില്ലെങ്കിൽ പ്രപഞ്ച ഇല്ല, അങ്ങനെ പറയാൻ കഴിയത്തില്ല. അങ്ങനെ ഒരു തർക്കം ഉപയോഗിക്കുമെങ്കിലും അതിൽ നിന്നും പ്രമാത്മകമായ ജ്ഞാനം ഉണ്ടാകത്തില്ല. അങ്ങനെ പറയുന്നത് പൂർണ്ണമായി ശരിയല്ലെന്നർത്ഥം. കാരണം അസ്ഥി നാസ്തി എന്നുള്ള അനുഭവം മനസ്സുണ്ടെങ്കിലേ ഉണ്ടാവും. മനസ്സില്ലെങ്കിലോ ഈ രണ്ടനുഭവം ഇല്ലാതെ അസ്ഥി നാസ്തി. അസ്ഥി എന്നുള്ള അനുഭവം ഉണ്ടെങ്കിൽ നമുക്കൊരു കാര്യത്തെ കുറിച്ച് പറയാം, ഉണ്ട്. ഇവിടെ അസ്ഥി എന്നുള്ള അനുഭവം കൊണ്ട് ഞാൻ പറയുന്നു ഇവിടെ പുസ്തകമുണ്ട്, ഇവിടെ മനസ്സുണ്ട്, ഇന്ദ്രിയങ്ങളുണ്ട്, വിഷയത്തെ ഇത് ഗ്രഹിക്കുന്നു, അസ്ഥി എന്ന് പറയും. അതേസമയം എനിക്ക് പറയാം ഇവിടെ മറ്റൊരു വസ്തുവില്ല, നാസ്തി. ഇത് മനസ്സ് പ്രവർത്തിക്കുന്നതുകൊണ്ടാണ്. ജാഗ്രതത്തിലും സ്വപ്നത്തിലും ഇങ്ങനെ. സുഷുപ്തിയിൽ അസ്ഥി എന്നുള്ള അനുഭവമില്ല, നാസ്തി എന്നുള്ള അനുഭവമില്ല. പ്രപഞ്ചത്തെക്കുറിച്ച് നമ്മൾ പറഞ്ഞു എന്താണ്? ഒന്നുകിൽ അസ്ഥി അല്ലെങ്കിൽ നാസ്തി, രണ്ടു തരത്തിലെ പ്രപഞ്ചത്തെ അനുഭവിക്കാൻ പറ്റും. അല്ലെങ്കിൽ പ്രാപഞ്ചികമായ വിഷയങ്ങളെ അനുഭവിക്കാൻ പറ്റും. ഇതിനാണ് വ്യവഹാരം എന്ന് പറയുന്നത്. അസ്ഥി നാസ്തി എന്നുള്ള അനുഭവമാണ് വ്യവഹാരം. ഇവിടെ സർവവും മനസ്സാണെന്ന് പറഞ്ഞുകൊണ്ടാണ് വിഷയം ചർച്ച ചെയ്യുന്നത്. അപ്പൊ അസ്ഥി നാസ്തി എന്നുള്ള ഈ വ്യവഹാരം മനസ്സുള്ളിടത്ത് ഉണ്ടാവും. മനസ്സോ ഇല്ലെങ്കിലോ അസ്ഥി നാസ്തി എന്നുള്ള വ്യവഹാരമേ ഇല്ല. അസ്ഥി എന്നുള്ള വ്യവഹാരം ഇല്ലാതാവുന്ന പോലെ തന്നെ നാസ്തി എന്നുള്ള വ്യവഹാരം ഇല്ലാതാവും. ഇല്ലെങ്കിൽ മനസ്സ് അല്ലെങ്കിൽ ബോധമില്ല, അതുകൊണ്ട് പ്രപഞ്ചം ഇല്ല എന്ന് പറയാൻ പറ്റില്ല. എന്തുകൊണ്ട്? ഇല്ല എന്നുള്ള നാസ്തിത്വ വ്യവഹാരത്തിനും മനസ്സ് വേണം. ശ്രദ്ധിച്ച് മനസ്സിലാക്കേണ്ട കാര്യമാണ്. അതാണ് തർക്കം പ്രമേയം ഉണ്ടാക്കില്ല എന്ന് പറയുന്നത്.
അസ്ഥി എന്നുള്ള വ്യവഹാരത്തിന് എങ്ങനെയാണോ മനസ്സാവശ്യമായിരിക്കുന്നത്, അതുപോലെ നാസ്തി എന്നുള്ള വ്യവഹാരത്തിന് മനസ്സാവശ്യമാണ്. സുഷുപ്തിയിൽ ഒരാൾ പറയുകയാണ്, സുഷുപ്തിയിൽ ശരീരമില്ല എന്ന് പറഞ്ഞാൽ അത് ശരിയല്ല. എന്തുകൊണ്ട്? സുഷുപ്തിയിൽ നാസ്തി എന്നുള്ള വ്യവഹാരത്തിന് മനസ്സില്ല. അസ്ഥി എന്നുള്ള വ്യവഹാരം അവിടെ സംഭവിക്കാത്ത പോലെ തന്നെ നാസ്തി എന്നുള്ള വ്യവഹാരം അവിടെ സംഭവിക്കത്തില്ല. അതുകൊണ്ട് സൃഷ്ടിയെക്കുറിച്ച് എന്താ പറഞ്ഞത്? അവ്യവഹാര്യം. അസ്ഥി നാസ്തി എന്നുള്ള വ്യവഹാരത്തിന് അത് വിഷയമല്ല. അപ്പോൾ അവിടെ ഏതെങ്കിലും ഒന്നിനെ അസ്ഥി എന്ന് പറയാനോ അതുപോലെ തന്നെ നാസ്തി എന്ന് പറയാനോ സാധ്യമല്ല. അപ്പോൾ ഈ തർക്കം നമുക്ക് താത്കാലികമായി ഉപയോഗിക്കാനേ പറ്റും. എന്താണ്? മനസ്സുണ്ടോ? പ്രപഞ്ചമുണ്ട്. മനസ്സില്ലേ? സാധാരണ പറഞ്ഞു വരുന്നതാണ്. പ്രപഞ്ചമില്ല, അങ്ങനെ പറയാൻ പറ്റില്ല. അപ്പോൾ ആ അർത്ഥത്തിലല്ല സർവവും ഈ പ്രപഞ്ചം. ഇവിടെ എന്താ പറഞ്ഞത്? ദേഹേന്ദ്രിയാദി പ്രപഞ്ചജാതം സർവം മന. ദേഹേന്ദ്രിയാദി പ്രപഞ്ചജാതം സർവവും മനസ്സാണ്. എന്നുവെച്ചാൽ മനസ്സുള്ളപ്പോഴേ ഇതൊക്കെ ഉള്ളൂ, മനസ്സില്ലെങ്കിൽ ഇതൊന്നും ഇല്ല എന്നുള്ള തർക്കത്തിന്റെ അടിസ്ഥാനത്തിലല്ല പറയുന്നു. എന്തുകൊണ്ട്? മനസ്സ്, ബോധം, ജ്ഞാനം എന്നെല്ലാം ഈ സന്ദർഭത്തിൽ പറയുമ്പോൾ ഒരേ അർത്ഥത്തിൽ തന്നെ. ആ മനസ്സ് തന്നെയാണ് ഈ പ്രപഞ്ചബോധം എന്ന് പറയുന്നത്. മനസ്സ് തന്നെയാണ് കരണമായും കാര്യമായും നിൽക്കുന്നത്. കരണത്തിൽ നിന്നുണ്ടാകുന്ന കാര്യം. ഈ വിഷയവുമായി ബന്ധപ്പെടുന്ന മനസ്സ്, അങ്ങനെ ബന്ധപ്പെട്ടിട്ട് വിഷയബോധത്തെ ഉണ്ടാക്കുന്ന അതും മനസ്സ് തന്നെ. ഒരേ മനസ്സിന് രണ്ട് രൂപത്തിൽ നിൽക്കുന്നു. വിഷയവുമായി ബന്ധപ്പെടുമ്പോൾ മനസ്സ് കരണരൂപത്തിൽ, ആ വിഷയത്തെക്കുറിച്ചുള്ള ബോധം ഉണ്ടാകുമ്പോൾ അത് കാര്യരൂപത്തിൽ നിൽക്കും. അതേ മനസ്സ് തന്നെയാണ് കർത്താവായി നിൽക്കുന്നത്. ആർക്കാണ് ഈ വിഷയത്തെക്കുറിച്ചുള്ള ബോധം ഉണ്ടാകുന്നത്? കർത്താവ്. ഒരേ മനസ്സ് അല്ലെങ്കിൽ ഒരേ ജ്ഞാനം അല്ലെങ്കിൽ ഒരേ അനുഭവം എല്ലാം പറയാനും അത് ആ ജ്ഞാനം അല്ലെങ്കിൽ മനസ്സ് അല്ലെങ്കിൽ അനുഭവം എന്ന് പറയുന്ന ഒന്ന് തന്നെ കർത്താവായും കർണമായും ജ്ഞാനമായി നിൽക്കുന്നു. ഒന്ന് തന്നെ പ്രപഞ്ചബോധത്തെ ഉണ്ടാക്കുന്നു. ആ അർത്ഥത്തിലാണ് പറയുന്നത് എന്താണ്? ഇതെല്ലാം സർവവും ഈ മനസ്സ് തന്നെയാണ് എന്ന് പറയുന്നു. സുഹൃത്തിയിലേക്ക് ചെല്ലുമ്പോൾ അവിടെ ഇങ്ങനെ കേവലം ഒരു തർക്കം വേണമെങ്കിൽ പറയാൻ എന്താണ്? അവിടെ മനസ്സില്ല, അതുകൊണ്ട് പ്രപഞ്ചമില്ല. പക്ഷെ ആ തർക്കത്തിലും എന്താണ്? പോരായ്മയുണ്ട്. എന്തുകൊണ്ട്? അവിടെ അസ്ഥി നാസ്തി എന്നുള്ള രണ്ട് വ്യവഹാരവും ഇവിടെ നിൽക്കത്തില്ല. നാസ്തി എന്നുള്ള ഒരു വ്യവഹാരം സാധ്യമല്ലെങ്കിൽ ഇല്ലെന്നങ്ങനെ പറയാൻ പറ്റും. നാസ്തി എന്ന് പറയുന്ന ആ വ്യവഹാരത്തെ ആശ്രയിച്ചാണ് നമ്മളൊരു വസ്തു ഇല്ലെന്ന് പറയുന്നത്. ഇവിടെ ഇപ്പോൾ ആനയില്ലെന്നോ കുതിരയില്ലെന്നോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാസ്തിത്വ ബുദ്ധിയെ ആശ്രയിച്ചാണത് പറയുന്നത്. അങ്ങനെ ഒരു ബുദ്ധിയെ പ്രവർത്തിക്കാത്തടത്ത് സുഷുപ്തിയിൽ എന്തിനെങ്കിലും സംബന്ധിച്ച് നാസ്തി എന്ന് പറയാൻ പറ്റും? പ്രപഞ്ചത്തെ സംബന്ധിച്ചോ ഒന്നിനെ സംബന്ധിച്ചോ അസ്ഥി എന്നും പറയാൻ കഴിയും. അവിടെ മനോവൃത്തികളെ പ്രവർത്തിക്കുന്നു. കേവലമായ സത്ത് മാത്രം എന്ന് പറയാം. ജാഗ്രതത്തിൽ സുഷുപ്തി
എന്നുള്ള അനുഭവത്തെക്കൂടി ചിന്തിക്കുമ്പോൾ നമുക്ക് പറയാം കേവലമായ സത്ത് മാത്രം അവിടെ നിലനിന്നിരുന്നു എന്ന് പറയാം. അതുകൊണ്ട് നമ്മൾ പറയുന്നു അർത്ഥാപത്തി പോലെ ജാഗ്രത പറയുന്നു കേവലം സത്ത് മാത്രം ആയിരുന്നതുകൊണ്ട് മറ്റൊന്നുമില്ലായിരുന്നു എന്ന് പറയുന്നു. അന്യഥാനുപത്തി എന്ന് പറയും. കേവലം സത്ത് മാത്രം, അതുകൊണ്ട് മറ്റൊന്നുമില്ല എന്ന് പറയും. അല്ലാതെ നമ്മൾ ജാഗ്രതയിൽ പറയുന്നത് പോലെ അസ്ഥി നാസ്തി എന്നുള്ള അർത്ഥത്തിലല്ല പറയുന്നു. ജാഗ്രതത്തിലെ ഈ അസ്ഥി നാസ്തി വ്യവഹാരം ജാഗ്രതത്തിനും സ്വപ്നത്തിനും മാത്രമേ സാധ്യമുള്ളൂ. ആ അർത്ഥത്തിൽ സുഷുപ്തിയിൽ നമുക്കൊന്നും ഇല്ല, പ്രപഞ്ചമില്ല, ശരീരമില്ല എന്നൊന്നും നമുക്ക് പറയാൻ കഴിയില്ല. ഇത്രേ പറയാൻ പറ്റും. എന്താണ് അത്? അവ്യവഹാര്യം, അസ്ഥി നാസ്തി എന്നുള്ള ഒരു വ്യവഹാരവും ഇവിടെ സാധ്യമല്ല. ഒരു വ്യവഹാരം സാധ്യമല്ല എന്നുള്ള അർത്ഥത്തിലാണ് പറയുന്നത്. ഇവിടെ മനസ്സ് പ്രവർത്തിച്ചില്ല, പ്രാണൻ പ്രവർത്തിച്ചില്ല, ശരീരം പ്രവർത്തിച്ചിട്ടില്ല, അങ്ങനെയെല്ലാമുള്ള വ്യവഹാരങ്ങളുണ്ട്. പക്ഷെ അത് മറ്റൊരു തരത്തിലും വിവരിക്കാൻ കഴിയാത്തതുകൊണ്ട് അവ്യവഹാര്യമായതുകൊണ്ട് പറയുകയാണ്. കാരണം പറഞ്ഞാൽ ശശവിഷാണം നാസ്തി എന്ന് പറയുന്നുണ്ട്. ശശവിഷാണം നാസ്തി എന്ന് പറയുന്നു. എന്ന് പറഞ്ഞാൽ എന്താ അതിനർത്ഥം? ശശവിഷാണം എന്ന് വെച്ചാൽ മുയൽക്കൊമ്പ്. ശശവിഷാണം എന്ന് പറയുന്ന ഒരു വസ്തുവില്ലല്ലോ. ശശവിഷാണം എന്ന് പറയുന്ന ഒരു വസ്തുവിന്റെ അസ്തിത്വം ആരും കണ്ടിട്ടില്ല. അങ്ങനെ ഒരു അസ്തിത്വം ഒരിടത്തുമില്ലെങ്കിൽ പിന്നെ അതിനെങ്ങനെ നിഷേധിക്കാൻ പറ്റും? ഏതെങ്കിലും ഒരു ദേശത്തോ ഒരു കാലത്തോ അതിനെ നിഷേധിക്കാൻ പറ്റത്തില്ല. നിഷേധിക്കണമെങ്കിൽ അതിനൊരു പ്രതിയോഗി വേണം. എന്നുവെച്ചാൽ എവിടെയെങ്കിലും അതിന്റെ അസ്തിത്വം ഉണ്ടായിരിക്കും. പറയുന്നു ഇവിടെ ആനയില്ലെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം വേറെ എവിടെ ഉണ്ട്, ഉണ്ടെങ്കിലേ നിഷേധിക്കാൻ പറ്റും. തർക്കന്മാരൊക്കെ പറയും നിഷേധം പ്രതിയോഗിയെ ആശ്രയിക്കുന്നു. ഒരു വസ്തുവിനെ നിഷേധിക്കണമെങ്കിൽ ആ നിഷേധിക്കുന്ന വസ്തു വേണം, അല്ലാതെ നിഷേധിക്കാൻ കഴിയത്തില്ല. എന്നാലും പറയും ശശവിഷാണം നാസ്തി. എന്തുകൊണ്ടങ്ങനെ പറയുന്നു? കാരണം ശശം എന്ന് പറയുന്ന ഒരു വസ്തുവുണ്ട്, മുയൽ. വിഷാണം എന്ന് പറയുന്ന വസ്തുവുണ്ട്, കൊമ്പ്. രണ്ടിനും കൂടെ കൂട്ടിച്ചേർക്കുന്നതിനാണ് നിഷേധിക്കുന്നത്. ഇത് കൂട്ടിച്ചേർക്കാൻ പാടില്ല. ശശത്തെ നിഷേധിക്കാം, കാരണം അതുള്ളതാണ്. വിഷാണത്തെ നിഷേധിക്കാം, അതും ഉള്ളതാണ്. പക്ഷെ ഇതിനെ രണ്ടും കൂടെ കൂട്ടിച്ചേർത്ത് കഴിഞ്ഞാൽ അത് ശരിയാകത്തില്ല. കാരണം അത് രണ്ടും കൂടെ കൂടിച്ചേർന്ന് ഒരിടത്തും ഇരിക്കുന്നില്ല, അതാ നിഷേധിക്കുന്നത്. മറിച്ച് ശശവിഷാണം എന്ന് പറയുന്ന ഒരു വസ്തുവിനെ നിഷേധിക്കുന്നതല്ല, ശശത്തിൽ വിഷാണത്തെ നിഷേധിക്കുന്നു. മുയലിൽ കൊമ്പിനെ നിഷേധിക്കുന്നു, അത്രയേ ഉള്ളൂ. എന്തുകൊണ്ട്? മുയൽ കൊമ്പ് രണ്ടും ഉള്ളതുകൊണ്ട്. അല്ലെങ്കിൽ അതും പറയാൻ കഴിയും. അപ്പൊ പിന്നെ ആ വസ്തു ശശവിഷാണം എന്ന് പറയുന്നത് അത് അവ്യവഹാര്യം, ഒരിക്കലും വ്യവഹരിക്കാൻ കഴിയാത്തൊരു സാധനമാണ്. അങ്ങനെ ഒരു വസ്തുവില്ല. അസ്ഥി നാസ്തി രണ്ടു തരത്തിലും അതിനെ പറയാൻ പറ്റത്തില്ല. അതുപോലെ ഈ ദ്വൈത വ്യവഹാരം, ജാഗ്രത സ്വപ്നങ്ങളുടെ ദ്വൈത വ്യവഹാരം മനസ്സിനെ ആശ്രയിച്ചിട്ടാണ്. ആ മനസ്സ് വ്യവഹരിക്കുന്നത് അസ്ഥി നാസ്തി എന്നുള്ള രണ്ട് അനുഭവങ്ങളിലൂടെയാണ്. ഈ രണ്ടനുഭവങ്ങളും ജാഗ്രത സ്വപ്നങ്ങളിലേ ഉള്ളൂ. ഈ രണ്ടനുഭവങ്ങളെ ആശ്രയിച്ചിട്ട് പ്രപഞ്ചത്തെ വ്യവഹരിക്കുന്നു. സുഷുപ്തിയിൽ അവിടെ മനസ്സും പ്രവർത്തിക്കുന്നില്ല, അസ്ഥി നാസ്തി എന്ന് പറയുന്ന രണ്ട് വ്യവഹാരങ്ങളും പ്രവർത്തിക്കുന്നില്ല. അതുകൊണ്ടത് അവിടെ നാസ്തി എന്നുള്ളതല്ല, അവിടെ അവ്യവഹാര്യം, വ്യവഹാരാതീതം. അസ്ഥി നാസ്തി എന്ന് പറയുന്ന ഈ വ്യവഹാരത്തിന് അതീതമായ ഒരു തലം എന്ന് പറയും. അവിടെ കേവലം സന്മാത്രം. ജാഗ്രത്തിൽ സർവവും മനസ്സാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
മനസ്സിൽ നിന്ന് വേറിട്ട് വസ്തുക്കളില്ലേ? അതിൽ രണ്ട് തരത്തിലാണ് പറയുന്നത്. ഒന്ന് പറയുന്നത് മനസ്സാണ് ഇതിനെല്ലാം സൃഷ്ടിക്കുന്നത്. എന്നുവെച്ചാൽ മനസ്സ് സൃഷ്ടിച്ചിട്ട് മനസ്സ് കാണുന്നു എന്നാണ് പറയുന്നത്. ഈ പുസ്തകം മുമ്പിൽ എന്തുകൊണ്ടിരിക്കുന്നു? മനസ്സ് പുസ്തകത്തെ സൃഷ്ടിച്ച് കാണുന്നു. വേറെ ചിന്താഗതികൾ അങ്ങനെയല്ല. മുമ്പിൽ പുസ്തകം എന്ന് പറയുന്ന ഒരു വസ്തുവുണ്ട്, അത് കാണുന്ന മനസ്സ് സൃഷ്ടിച്ചതല്ല. കാരണം അതിന് സൃഷ്ടികർത്താവ് വേറെയുണ്ട്. പുസ്തകത്തെ സൃഷ്ടിച്ച ഒരു സൃഷ്ടികർത്താവുണ്ട്. അതിന് കരണവ്യാപാരം ആവശ്യമാണ്. മനസ്സൊന്നിനെ ഗ്രഹിക്കുന്നത് എങ്ങനെയാണ്? സങ്കല്പ വ്യാപാരത്തിലൂടെ. സങ്കല്പം എങ്ങനെ? സങ്കല്പ വ്യാപാരം എന്ന് പറഞ്ഞാൽ എന്താണ്? നേരത്തെ പറഞ്ഞല്ലോ, ശുക്ലനീലാദിഭേദേന മനസ്സ് പറയുന്നു ഇത് പുസ്തകം. അതാണ് മനസ്സിന്റെ സങ്കല്പ വ്യാപാരം എന്ന് പറയുന്നത്. സങ്കല്പ വ്യാപാരത്തിലൂടെ പുസ്തകത്തെ മനസ്സ് ഗ്രഹിക്കുന്നു. അതിനുവേണ്ടി വേറൊരു ജീവന്റെ കരണവ്യാപാരം എന്നുവെച്ചാൽ അയാള് ഈ പുസ്തകത്തിന്റെ ഉപാദാനം, എന്തുകൊണ്ടാണ് ഈ പുസ്തകം ഉണ്ടാക്കേണ്ടത്, ആ വസ്തുക്കൾ കൊണ്ടുവന്നു, അതുകൊണ്ട് പേപ്പറുണ്ടാക്കി, അത് കുത്തിക്കെട്ടി പുസ്തകം എന്ന് പറയുന്ന ഒരു വസ്തുവിനെ ഉണ്ടാക്കിയപ്പം മനസ്സെന്ന് പറയുന്ന അതിനെ ഗ്രഹിക്കുന്നു. അപ്പം മനസ്സ് പുസ്തകം എന്ന് പറയുന്ന ഒരു വസ്തുവിനെ ഗ്രഹിക്കണമെങ്കിൽ അവിടെ കർണവ്യാപാരം, വേറൊരു ജീവന്റെ കർണവ്യാപാരം, അല്ലെങ്കിൽ സ്വന്തം. അപ്പോൾ കർണം വ്യാപാരത്തിലൂടെ സൃഷ്ടമായ ഒരു കാര്യത്തെ മനസ്സ് സങ്കല്പ വ്യാപാരത്തിലൂടെ ഗ്രഹിക്കുന്നു. ഇതാണ് ഒരു കാഴ്ചപ്പാട്. ഇവിടെ സർവവും മനസ്സെന്ന് പറഞ്ഞാൽ എങ്ങനെ ശരിയാവും? എങ്ങനെ പറയാൻ പറ്റും? കാരണം ഒരു ജീവൻ, അവിടെ ജീവൻ കർത്താവായി കർണവ്യാപാരം എന്നുവെച്ചാൽ ഈ പുസ്തകം ഉണ്ടാക്കുന്നതിന് എന്തൊക്കെ ഉപയോഗിച്ചോ അതിന്റെ പ്രവൃത്തിയിലാണ് കർണവ്യാപാരം എന്ന് പറയുന്നത്. അതുകൊണ്ട് പുസ്തകം എന്ന് പറയുന്ന ഒരു വസ്തുവിനെ ഉണ്ടാക്കി, എന്നിട്ട് അതിനെ കാണുന്നു, മനസ്സ് ഗ്രഹിക്കുന്നു. അപ്പം മനസ്സിൽ നിന്ന് ഭിന്നമായിട്ട് അവിടെ ഒരു വിഷയം ഉണ്ടായതുകൊണ്ടാണ് അതിനെ ഗ്രഹിക്കുന്നത്. ഇവിടെ സർവവും മനസ്സ് മാത്രമെന്ന് അങ്ങനെ പറയാൻ പറ്റും. അങ്ങനെ മനസ്സ് മാത്രമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ പുസ്തകമില്ല, മേശയോ, അവിടെ എങ്ങനെ പുസ്തകത്തെ ഗ്രഹിക്കുന്നില്ല? എന്തുകൊണ്ട് ഗ്രഹിക്കുന്നില്ല? വസ്തുവില്ലാത്തതുകൊണ്ടല്ലോ. സർവത്ര എന്തുകൊണ്ട് പുസ്തകത്തെ ഗ്രഹിക്കുന്നില്ല? മനസ്സിന് അങ്ങനെ ഒരു ശക്തി ഉണ്ടെങ്കിൽ, വസ്തുക്കളെ സൃഷ്ടിച്ച് ഗ്രഹിക്കാൻ ശക്തിയുണ്ടെങ്കിൽ, മാണ്ഡവ്യത്തിൽ നമ്മൾ ചർച്ച ചെയ്തതാണ്. എന്തുകൊണ്ട് ഗ്രഹിക്കുന്നില്ല? അപ്പോൾ മനോ മാത്രമെന്ന് അങ്ങനെ പറയാൻ പറ്റും. അതിനാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. സർവവും മനോമാത്രമെന്ന് പറയുന്നത് മനസ്സിനെ എന്തായി സ്വീകരിക്കുന്നു എന്നുള്ളതനുസരിച്ചിട്ടാണ്. മനസ്സിനെ തന്മാത്ര രൂപത്തിൽ സ്വീകരിക്കുകയാണെങ്കിൽ ആ തന്മാത്ര രൂപത്തിലുള്ള മനസ്സ് അദ്ദേഹത്തിൽ ഇതിന് പലതരത്തിലുള്ള പ്രക്രിയകളുണ്ട് ഇതിനെ മനസ്സിലാക്കി തരാം. ഒന്നിതാണ് തന്മാത്ര രൂപത്തിലുള്ള മനസ്സ് കർണരൂപത്തിൽ നിൽക്കുന്നു, അതിനെ ഗ്രഹണമായി നിൽക്കുന്നു. അപ്പം മനസ്സ് പുസ്തകത്തെ ഗ്രഹിക്കുന്നു. അതേ മനസ്സ് തന്നെ സ്ഥൂലരൂപത്തെ പ്രാപിച്ച് പരിണമിച്ച് ശബ്ദസ്പർശരൂപ രസഗന്ധ രൂപത്തിൽ അത് പരിണമിച്ച് അതിനെ വിഷയരൂപത്തിൽ നിൽക്കുന്നു. ഇത് രണ്ടും തമ്മിൽ കൂടിച്ചേരുന്നു. ജീവനിൽ മനസ്സ് നിൽക്കുന്നത് ജ്ഞാനരൂപത്തിൽ, ജ്ഞാനമയമായിരിക്കുന്നു. ജീവബാഹ്യമായി, അതായത് ശരീരം ബാഹ്യമായ ശബ്ദസ്പർശരൂപ രസഗന്ധരൂപത്തിൽ അതേ മനസ്സിന്റെ തന്നെ സ്ഥൂലരൂപം സന്മയമായി നിൽക്കുന്നു, സദ്രൂപത്തിൽ നിൽക്കുന്നു.
ഇതിനെല്ലാം നമ്മൾ സത്തായിട്ടാണല്ലോ ഗീതയിൽ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. പുസ്തകം, മേശ, സർവ്വവും സത്തായിട്ട് ആഗ്രഹിക്കുന്നു. ആ സത്തായി ഗ്രഹിക്കുന്നതും അത് തന്നെ. ആ തന്മാത്രകൾ തന്നെ സ്ഥൂല രൂപത്തെ പ്രാപിച്ച് സദ്രൂപത്തിലിരിക്കുന്നു. അതേ തന്മാത്രകൾ തന്നെ ജീവനിൽ ചിന്മയമായിരിക്കുന്നു, ജ്ഞാനമയമായിരിക്കുന്നു. ഇത് രണ്ടും തമ്മിൽ ബന്ധപ്പെടുന്നു. സച്ചിത് ബന്ധം, അതാണ് പ്രപഞ്ചാനുഭവം. ഇതൊന്നാണ്. എന്തുകൊണ്ട്? കാരണം ഇത് സച്ചിത് വസ്തുവാണ്. മനസ്സായും പ്രപഞ്ചമായും പരിണമിച്ചത്. തത്സൃഷ്ട തദൈവ അനുപ്രാവശ്യ ചർച്ച ചെയ്തതാണ്. സച്ചിതായിരിക്കുന്ന ഒരു വസ്തുവല്ല, സച്ചിദാനന്ദം എന്ന് പറയുന്നു. ആ ഒരേ ഒരു വസ്തു തന്നെ സൂക്ഷ്മമായി ജ്ഞാനമയമായും ബാഹ്യമായി സന്മയമായും ഇരിക്കുന്നു. ഇത് രണ്ടും പരസ്പരം ബന്ധപ്പെടുന്നു. താർക്കികന്മാരും മറ്റും പറയുന്ന പോലെ ഇന്ദ്രിയാർത്ഥ സന്നികർഷമെന്നും മറ്റും പറയുന്നു. ഈ കരണങ്ങളും വിഷയങ്ങളും തമ്മിലുള്ള ബന്ധം ഇവിടെ രണ്ടായിട്ട് വേർപിരിക്കാൻ വയ്യല്ലോ. ഇതെല്ലാം ഒന്ന് തന്നെ. ആത്യന്തികമായി ഒരേ ഒരു വസ്തു തന്നെ ഇവിടെ സർവത്തെയും ഗ്രഹിക്കുന്ന ജ്ഞാനരൂപത്തിലും ആ ജ്ഞാനത്തിന് വിഷയമായ ഗ്രാഹ്യരൂപത്തിലും വസ്തുരൂപത്തിലും ഇരിക്കുന്നു. ഇതിന്റെ തത്വം ഒന്നായതുകൊണ്ട് സർവവും മനസ്സ് എന്ന് പറയാം. ആ രീതി അല്ലാതെ നമ്മൾ ഗ്രഹിക്കുന്ന രീതിയിലല്ല. മനസ്സുകൊണ്ട് ഇതിനെയൊക്കെ ഗ്രഹിക്കുന്നു, അതുകൊണ്ട് ഇത് മനസ്സെന്നുള്ള അർത്ഥത്തിലല്ല. ബാഹ്യമായ വിഷയം സർവവും സത്തായിരിക്കുന്നതുകൊണ്ട് ആ സത്തിനെ ഈ ജ്ഞാനത്തിൽ നിന്ന് വേർതിരിക്കാൻ കഴിയാത്തതുകൊണ്ട്, അല്ലെങ്കിൽ ജ്ഞാനത്തിന് സത്തിൽ നിന്ന് വേർതിരിക്കാൻ കഴിയാത്തതുകൊണ്ട്, ഈ ജ്ഞാനം ആ സത്തിനെ ഗ്രഹിക്കുന്നുണ്ട്. ആ ഗ്രഹണമെന്ന് പറയുന്ന വാസ്തവത്തിൽ എന്താണ്? പരമാർത്ഥത്തിൽ ഇത് ഒന്നാണ്. സത്തെന്ന് പറയുന്നതും ജ്ഞാനമെന്ന് പറയുന്നതും ഒന്നാണ്. അതിന് രണ്ട് പിരിവ് വരികയാണ്. ഒന്ന് ആ ജീവനുള്ളത് ജ്ഞാനരൂപത്തിലിരിക്കുന്നു, ബാഹ്യമായി അത് ശബ്ദസ്പർശരൂപ ഗന്ധരൂപത്തിൽ സത്തായിരിക്കുന്നു. ഇത് ആത്യന്തികമായി ഒന്നായതുകൊണ്ട് ഇതിന് പിരിയാൻ കഴിയത്തില്ല. ഇത് കൂടിച്ചേർന്നേ പറ്റും. കൂടിച്ചേർന്നാലും അത് ഒന്നായിട്ട് തന്നെ ഇരിക്കും. അതുകൊണ്ട് സർവവും മനോമയം തന്നെ എന്ന് പറയും. ചിലടത്തും മനസ്സിനെ പറയും ആ മനസ്സ് ബ്രഹ്മം തന്നെയാണ് എന്ന് പറയും. മനസ്സെന്ന് പറയുന്നത് ബ്രഹ്മത്തിന് അന്യമല്ല, അത് സച്ചിദാനന്ദം തന്നെയാണ്. അത് ഈ രീതിയിലാണ്. അത് തന്മാത്രാരൂപത്തിൽ അത് അറിവായിരിക്കുന്നു. പഞ്ചഭൂതങ്ങളായി സത്തായിരിക്കുന്നു. ഒന്നാണല്ലോ ഇതെല്ലാം മാറുന്നത്. ഒരേ ഒരു തത്വം തന്നെയാണ് ഈ നാനാരൂപത്തെ പ്രാപിച്ചിരിക്കുന്നത്. ആ അർത്ഥത്തിന് സർവവും മനസ്സ് തന്നെയാണ് എന്ന് പറയും. അപ്പോൾ സർവവും മനസ്സ് തന്നെയാണെന്ന് പറയുന്നത് ആ തത്വം എന്നുള്ള നിലയ്ക്കാണ്. അല്ലാതെ നമ്മൾ ബാഹ്യമായി സ്ഥൂലമായി ഗ്രഹിക്കുന്നത് പോലെ അല്ല. എങ്ങനെ നമ്മൾ മനസ്സുകൊണ്ട് ഇതിനെയൊക്കെ ഗ്രഹിക്കുന്നു, മനസ്സിലെങ്കിൽ ഇതിനെ ഗ്രഹിക്കാൻ പറ്റത്തില്ല, അതുകൊണ്ട് ഈ മനസ്സാണ് ഇതെല്ലാം. ആ അർത്ഥത്തിലല്ല. മനസ്സുകൊണ്ട് ഇതിനെയൊന്നും ഗ്രഹിക്കുന്നില്ലെങ്കിൽ ഇതിനെയൊന്നും അസ്ഥിയെന്നോ നാസ്തിയെന്നോ ഒരു തരത്തിലും വ്യവഹരിക്കാൻ സാധ്യമേ അല്ല. അതപ്പോൾ അവ്യവഹാര്യമായി. അവിടെ വിഷയം, വിഷയത്തെക്കുറിച്ചുള്ള ജ്ഞാനം, വിഷയത്തെ ഗ്രഹിക്കുന്ന വിഷയി എന്നുള്ള ഭേദം ഉണ്ടാകത്തില്ല. മറിച്ച് മനസ്സിന്റെയും പ്രപഞ്ചത്തിന്റെയും തത്വം ഒന്നാണ്. ഒന്ന് പല പിരിവായി നിൽക്കുന്നു.
അത് മറ്റ് ദൃഷ്ടാന്തങ്ങളിലൂടെ സ്വർണത്തിന്റെയും ആഭരണത്തിന്റെയും ദൃഷ്ടാന്തങ്ങൾ, ജലത്തിന്റെയും തിരയുടെയും ദൃഷ്ടാന്തങ്ങൾ, ഈ ദൃഷ്ടാന്തങ്ങളിലൂടെയൊക്കെ ഒന്ന് തന്നെ നാനാരൂപത്തെ പ്രാപിച്ചിരിക്കുന്നു എന്നുള്ള അർത്ഥത്തിലാണ് ഇവിടെ പറയുന്നത്. എന്താണ്? ദേഹാദി പ്രപഞ്ചജാതം സർവം. പിന്നെ വേറൊന്നും പറയും. മനസ്സെന്ന് പറയുന്നത് ഇല്ലാത്തതാണ്. നമ്മന കോപി വിദ്യതേ വാസിഷ്ഠത്തിനും മറ്റും ആവർത്തിച്ച് പറയും. ഇതെല്ലാം മനസ്സാണ്. അവിടെ മനസ്സെന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ഇതെല്ലാം അറിവാണ് എന്നുള്ള അർത്ഥത്തിലാണ്. പക്ഷെ മനസ്സെന്ന് പറയുന്ന ഒന്നില്ല എന്നും പറയും. എന്ന് പറഞ്ഞാൽ മനസ്സിന് സ്വതന്ത്രമായൊരു സത്ത ഇല്ല എന്നർത്ഥം. മനസ്സ് അറിവാണ്, ജ്ഞാനമാണ്, ബോധമാണ്. അതിനെങ്ങനെ സ്വതന്ത്രമായി നിലനിൽക്കാൻ കഴിയുന്നു? എന്നുവെച്ചാൽ അതിന്റെ ഉണ്മയെ വിട്ടിട്ട്, അതിന്റെ വാസ്തവ സ്വരൂപത്തെ വിട്ട് അതിന് നിലനിൽക്കാൻ പറ്റത്തില്ല. അതിന്റെ വാസ്തവ സ്വരൂപം എന്താണ്? സച്ചിദാനന്ദമാണ്. അപ്പൊ സച്ചിദാനന്ദത്തിൽ നിന്ന് വേറിട്ട് മനസ്സിനൊരു നിലയില്ല. അതുകൊണ്ട് പറയും മനസ്സ് വാസ്തവത്തിൽ ഇല്ലാത്തതാണ്. അപ്പോൾ ഇത് രണ്ട് ശരിയാണ്. എന്താണ്? സർവവും മനോമയമാണ്. രണ്ട് പ്രക്രിയ, രണ്ട് രീതിയിലും ചിന്തിക്കും. സർവവും മനോമയമാണ്. അത് കേവലം സച്ചിദാനന്ദമായിട്ടെടുത്തു കഴിഞ്ഞു, അതായത് പ്രപഞ്ചശൂന്യമായ ആത്മതത്വമായിട്ടെടുത്തു കഴിഞ്ഞാൽ, അങ്ങനെ എടുത്തു കഴിഞ്ഞു, അങ്ങനെയും സർവവും മനോമയമാണ്. കേവലം അത് സച്ചിദാനന്ദമാണ്, പ്രപഞ്ചരഹിതമായ ആത്മതത്വമാണ്. കാരണം മനസ്സ് ജ്ഞാനമാണ്, ആത്മതത്വം ജ്ഞാനസ്വരൂപമാണ്. അല്ല, ഇനി വ്യവഹാരത്തിലേക്ക് വരുന്നു എന്നുവെച്ചാൽ ജാഗ്രത സ്വപ്നങ്ങൾ, അതിനാണ് വ്യവഹാരം എന്ന് പറയുന്നത്. ജാഗ്രത സ്വപ്നങ്ങളിലേക്ക് വരുമ്പോൾ അവിടെയും പറയാം എന്താണ്? സർവവും മനോമയമാണ്. കാരണം അവിടെ തത്വം ഒന്നാണ്. ഗ്രഹണത്തിൽ തന്നെ ഇവിടെ എന്താണ്? പരമാത്മ തത്വത്തിൽ നിന്ന് ശ്രുതി എന്ന് പറയുന്നത് തത്സൃഷ്ടോ തദേവ അനുപ്രാപിച്ചു, സൃഷ്ടിയെ സ്വീകരിച്ചുകൊണ്ട് പറയണം. ആ പരമാത്മ തത്വത്തിൽ നിന്ന് സൃഷ്ടി സംഭവിച്ചു. ആ സൃഷ്ടിയെ സൂക്ഷ്മവും സ്ഥൂലവുമായി രണ്ടായി പിരിഞ്ഞു. സൂക്ഷ്മം ജ്ഞാനമയമായ തന്മാത്രകളായി, സ്ഥൂലം ശബ്ദസ്പർശരൂപരസഗന്ധങ്ങളായ വിഷയങ്ങളായി. ആ വിഷയങ്ങൾ സത്തായി അനുഭവപ്പെടുന്നു. അസൂക്ഷ്മം അത് ജ്ഞാനമായി നിൽക്കുന്നു. ഇതെല്ലാം ഒരു ജീവനെ സംബന്ധിച്ച് പറയുന്നു. ഇനി ആ ജീവന്റെ ഗ്രഹണത്തെ സംബന്ധിച്ച് എടുത്തു കഴിഞ്ഞാലും സർവവും മനോമയമാണ് എന്ന് പറയും. എങ്ങനെ? ആ ജീവൻ തന്നെ ഗ്രഹിക്കുന്നു. അഹമസ്മി എന്നിങ്ങനെ ഗ്രഹിക്കുന്നു. ഇതെന്താണ്? ഇത് മനസ്സാണ്. ഞാൻ എന്ന് തന്നെ ഗ്രഹിക്കുന്നത് അത് മനസ്സാണ്. ആ ബോധത്തെ തന്നെയാണ് മനസ്സെന്ന് പറയുന്നത്. അത് സൂക്ഷ്മ തന്മാത്രകളാണെന്നെല്ലാം മറ്റും പറയുന്നത് അതിന്റെ സാങ്കേതികമായ വിവരണങ്ങളാണ്. നമുക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടി പറയുന്നതാണ്. എങ്ങനെ അത് സംഭവിക്കും? നിർഗുണവും നിരാകാരവുമായിരിക്കുന്ന തത്വത്തിൽ അഹമെന്ന് പറയുന്ന ഒരു ബോധസ്ഫുരണം എങ്ങനെ സംഭവിക്കാം? അതിനൊരു സമാധാനം പറയുന്നതാണ്. ഒരു പ്രക്രിയ, ഒരു വിചാര രീതിയാണ് തന്മാത്രകൾ. ആ തന്മാത്രകൾ അങ്ങനെ മനോജ്ഞാനമയമായി, അപ്പോൾ അതിന് മനസ്സെന്ന് പേര് വന്നു. അത് ഗ്രഹണം അല്ലെങ്കിൽ ബോധസ്ഫുരണം ഉണ്ടായി. അതാണ് അഹം എന്ന് പറയുന്നത്. അത് അഹമെന്ന് തന്നെ ഗ്രഹിക്കുമ്പോൾ ആരെ? ജീവനെ ഗ്രഹിക്കും. നിർഗുണമായ നിരാകാരമായ ചൈതന്യത്തിൽ ഗ്രഹിക്കുന്നവൻ ഗ്രഹണം, ഗ്രാഹ്യം, ഈ ഭേദമില്ല. ത്രിപുടി എന്ന് പറയുന്ന ഭേദമില്ല.
പക്ഷെ ജീവഭാവത്തിലതുണ്ട്. ആ ജീവൻ തന്നെ അഹംവൃത്തിയ അഹംബുദ്ധിയിലൂടെ ഗ്രഹിക്കുന്നു. ഈ ശരീരം ഉൾപ്പെടെയുള്ള പ്രപഞ്ചത്തെയോ ഇതം എന്നുള്ള വൃത്തിയിലൂടെ ഗ്രഹിക്കുന്നു. ഇത് എന്നിങ്ങനെ ഗ്രഹിക്കുന്നു. അഹം എന്ന് തന്നെ ഗ്രഹിക്കുന്നത് മനസ്സാണ്. ആ ഗ്രഹണം മനസ്സാണ്, ആ ബോധം മനസ്സാണ്. ഇതം എന്ന് പ്രപഞ്ചത്തെ, ശരീരം ഉൾപ്പെടെയുള്ള സമ്പൂർണമായ പ്രപഞ്ചത്തെ ഗ്രഹിക്കുന്നതോ അതും ആ മനസ്സ് തന്നെയാണ്. അഹംവൃത്തിയിലൂടെ ജീവൻ തന്നെ ഗ്രഹിക്കുന്നത് പോലെ ഇതം വൃത്തിയിലൂടെ ആ ജീവൻ പ്രപഞ്ചത്തെ ഗ്രഹിക്കുന്നു. രണ്ടിടത്തും ഒന്ന് തന്നെ, മനസ്സ് തന്നെയാണ്. ശരി, അങ്ങനെ തന്നെ ഗ്രഹിക്കുന്ന മനസ്സിലാക്കും. അഹംവൃത്തിയിലൂടെ തന്നെ ഗ്രഹിക്കുന്നു. അഹം ബ്രഹ്മാസ്മി എന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പോൾ അവിടെ ആ ബ്രഹ്മത്തെ തന്നെയാണ് ഗ്രഹിക്കുന്നത്. പക്ഷെ ഇതം വൃത്തിയിലൂടെ ബാഹ്യമായി ഗ്രഹിക്കുന്നത് ശബ്ദസ്പർശരൂപരസഗന്ധങ്ങളെയാണല്ലോ. മനസ്സിന്റെ വിഷയങ്ങളില്ലേ, അതെങ്ങനെ മനസ്സാകും? അതും മനസ്സ് തന്നെ. മനസ്സിന്റെ വിഷയങ്ങളെന്ന് പറയുന്നത് ശബ്ദസ്പർശരൂപരസഗന്ധങ്ങളും അതും ആ മനസ്സ് തന്നെ, ബോധം തന്നെ. എന്തുകൊണ്ട്? അതാണ് ശ്രുതി പറഞ്ഞത് സർവം ഖണ്ഡിതം ബ്രഹ്മ. മുമ്പ് വന്നു, സർവം എന്ന് പറയുന്നത് ബ്രഹ്മപര്യായമാണ്. ഇതം വൃത്തിയിലൂടെ ശബ്ദസ്പർശരൂപരസഗന്ധങ്ങളായി ഗ്രഹിക്കുന്നതും എന്തോ അതും ബ്രഹ്മത്തിൽ നിന്ന് അന്യമല്ല. അതുകൊണ്ടാണല്ലോ അതിനെ മനസ്സ്, ജ്ഞാനം എന്ന് പറയുന്നത്. അപ്പോൾ ഇതം വൃത്തിയിലൂടെ അതിനുള്ള യുക്തികളാണ് മുമ്പ് പറഞ്ഞ മൃദ്ദൃഷ്ടാന്തം, സുവർണ ദൃഷ്ടാന്തമൊക്കെ അതിന്റെ ദൃഷ്ടാന്തങ്ങളാണ്. അതുപോലെ ഇതം വൃത്തിയിലൂടെ ഗ്രഹിക്കുന്ന ശബ്ദസ്പർശരൂപരസഗന്ധങ്ങളും സർവം എന്നുള്ള ശബ്ദം കൊണ്ട് ശ്രുതി പറയും. അതും ആ ബ്രഹ്മം തന്നെയാണ്. ഇവിടെ രണ്ടിടത്തും എന്താണ്? ഗ്രഹണം, ബോധം. അഹമെന്ന് തന്നെ ഗ്രഹിക്കുമ്പോഴും ഇതമെന്ന് പ്രപഞ്ചത്തെ ഗ്രഹിക്കുമ്പോഴും രണ്ടിടത്തും ഒരേ ബോധമാണ്. അവിടെ അതിൽ നിന്ന് ഈ ശബ്ദസ്പർശരൂപരസാദികളെ വേർതിരിക്കാൻ കഴിയും. അത് തന്നെയാണ്. അത് ഭാഷകാരൻ മുമ്പ് എടുത്ത് പറഞ്ഞു. എത്ര സമർത്ഥനായ ശക്തിക്കും മണ്ണിൽ നിന്ന് പാത്രത്തെ വേർതിരിച്ചെടുക്കാൻ പറ്റും. അതുപോലെ ഈ പ്രപഞ്ചാനുഭവത്തിൽ നിന്ന് പ്രപഞ്ചത്തെ വേർതിരിക്കാൻ കഴിയത്തില്ല. പ്രപഞ്ചാനുഭവത്തെയാണ് മനസ്സെന്ന് പറയും. അനുഭവത്തിൽ നിന്ന് എങ്ങനെ വിഷയത്തെ വേർതിരിക്കും? ശബ്ദജ്ഞാനത്തിൽ നിന്ന് ശബ്ദത്തെ എങ്ങനെ വേർതിരിക്കുന്നു? ആർക്ക് സാധ്യമല്ല. എന്തുകൊണ്ടത് അനന്യമാണ്. രൂപരസഗന്ധ സ്പർശങ്ങളെല്ലാം ആ ജ്ഞാനത്തോട് അനന്യമാണ്. അഹംവൃത്തിയിലൂടെ ഗ്രഹിക്കുന്ന താനും ഇതംവൃത്തിയിലൂടെ ഗ്രഹിക്കുന്ന പ്രപഞ്ചവും ആത്യന്തികമായി ഒന്നാണ്. ഗ്രഹണം, ബോധം എന്നുള്ള നിലയ്ക്ക് അതൊന്നാണ്. ഒരേ ഒരു ബോധത്തിന്റെ തന്നെ സ്ഫുരണമാണ്. ഇതാണ് അദ്വൈതം പറയുന്നത്. ആ അർത്ഥത്തിലും പറയാം എന്താണ്? ഇത് മനോമാത്രമാണ്. അങ്ങനെ പറയുന്നതിന് യുക്തിയുണ്ട്. യുക്തി എന്ന് വെച്ചാൽ സ്വ അനുഭവത്തിന് നിരക്കുന്ന യുക്തി. ഇവിടെ അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ ചിന്തിച്ചാൽ ആർക്കെങ്കിലും ഇതിനെ, ഈ ബോധത്തിൽ നിന്ന് ഇതിനെ വേർതിരിക്കാൻ പറ്റും. ബോധത്തിൽ നിന്ന് വേർതിരിക്കാൻ വയ്യെങ്കിൽ ബോധത്തോടെ അനന്യമാണ്. ഒന്നിൽ നിന്നും മറ്റൊന്നിനെ വേർതിരിക്കാൻ കഴിയില്ലെങ്കിൽ അത് അതിനോട് അനന്യമാണ്. മണ്ണിൽ നിന്ന് പാത്രത്തെ വേർതിരിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പാത്രം മണ്ണിനോട് അനന്യമാണ്. അതുകൊണ്ടിത് അങ്ങനെ അനന്യമായിരിക്കുന്നതുകൊണ്ട് സർവവും ഇവിടെ പറഞ്ഞെന്താണ്?
ദേഹേന്ദ്രിയാദി പ്രപഞ്ചജാത സർവം മനസ്സാണ്. ഇത് യുക്തിയിലൂടെയും അനുഭവത്തിലൂടെയും മനസ്സിലാക്കുന്നതിന് പ്രയാസമുള്ള കാര്യമാണ്. പക്ഷെ ചിലർക്കത് പ്രയാസമായി അനുഭവപ്പെടും. ഒരാള് ഇത് കേട്ടിട്ട് ഈ വ്യാഖ്യാനം ഈ വിശദീകരണങ്ങൾ കേട്ടിട്ട് ഒരാൾ പറഞ്ഞു, കേട്ടപ്പോൾ പറയുന്ന കാര്യം എന്തോ ഒരു വലിയ കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷെ എനിക്കത് പിടികിട്ടുന്നില്ല, എനിക്കിതങ്ങോട്ട് ദഹിക്കുന്നില്ല. കാര്യം എന്തോ വലിയ കാര്യമാണെന്ന് തോന്നുന്നുണ്ട് പറയുമ്പോൾ, മനസ്സിലാകാത്തതുകൊണ്ട്. പക്ഷെ എനിക്കത് മനസ്സിലാകുന്നില്ല. ഒരാളുടെ പരാതി. എന്താ സമാനം പറയുക? പാടാൻ വേണ്ടി ജനിച്ചവനെ പാടാൻ പറ്റും, അല്ലാത്തവന് പാടാൻ പറ്റും. വേറൊരാള് പറയുന്നത് അങ്ങനെയല്ല. പറയുന്നത് എനിക്ക് കാര്യം മനസ്സിലാവുന്നു, എന്താ പറയുന്നത്. രണ്ട് തലമാണ്, ഇത് കൂട്ടി യോജിപ്പിക്കാൻ പറ്റത്തില്ല. ചിലർക്ക് ഈ പറയുന്നത് പിടികിട്ടുന്നുണ്ട്. വളരെ സമ്പന്നനായ ഒരാള്, ഒരേ ഒരു സന്താനം, പാട്ട് പഠിപ്പിക്കുന്നു. അതിന് യേശുദാസനെ കൊണ്ടുവന്നിരുത്തി പഠിപ്പിച്ച അവൻ പഠിക്കുമോ? പാടാൻ അവൻ ജനിച്ചിട്ടുള്ളവനാണെങ്കിൽ അവന് പഠിക്കാൻ പറ്റും. ഒരുപാട് കാശൊക്കെ മുടക്കി യേശുദാസനെ കൊണ്ടുവന്ന് പറഞ്ഞ് പാട്ട് പഠിക്കത്തില്ല. അതിന് പറയും പാട്ടിന്റെ ജ്ഞാനം വേണമെന്ന് പറയും. അല്ലാത്തത് രക്ഷപ്പെടില്ല. അതുപോലെ വരയ്ക്കാൻ ജനിച്ചവനെ വരയ്ക്കാൻ പറ്റും, അല്ലാത്തവന് പറ്റും. ഇതേതിന് സമാനം പറയാൻ പറ്റും. അല്ലാത്തവൻ വരച്ചാൽ എങ്ങനെയിരിക്കും, വര എങ്ങനെയിരിക്കും? അതുപോലെ ഇത് ഗ്രഹിക്കുന്നതിനുള്ള ഒരു എന്തോ ഒന്നുണ്ടെങ്കിലേ ഇത് ഗ്രഹിക്കാൻ പറ്റും എന്ന് പറയേണ്ടി വരും. ഇങ്ങനെ ഓരോരുത്തർ പറയുന്ന കേൾക്കുമ്പോൾ ഓരോരുത്തരുടെ ഇത് കേൾക്കുന്നു. വേറെ ചിലർ പറയുന്നത് ഇത് ഈ പറയുന്നത് കേമം തന്നെയാണ്, ഈ പറഞ്ഞാണ് പ്രയാസം തോന്നിയാലോ. പക്ഷെ ആ ടി വി പറയുന്നത് കുറച്ചുകൂടെ മനസ്സിലാവുന്നുണ്ട്, കുറച്ചുകൂടെ ലളിതമായിട്ടാണ് പറയുന്നത്. ശരിയാണ്, കാരണം അതിനു വേണ്ടിയിട്ടാണ് അയാൾ ജനിച്ചിരിക്കുന്നത്. അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ആൾ ജനിച്ചിരിക്കുന്നത്. അപ്പോൾ അയാൾക്കത് മനസ്സിലാവും, പറഞ്ഞിട്ട് കാര്യമില്ല, അയാൾക്ക് അതേ മനസ്സിലാവും. ഇത് ചിലർ മറിച്ചും പറയുന്നുണ്ട്. എന്താണ്? ഇപ്പോൾ കാര്യം മനസ്സിലാവുന്നുണ്ട്, ഈ പറയുന്ന എന്താണെന്ന് പിടികിട്ടുന്നുണ്ട്, എന്താണ് ആത്മാവ്, എന്താണ് ആത്മബോധം, വ്യക്തത വരുന്നുണ്ട്. അപ്പം അത് മനസ്സിലാക്കാൻ വേണ്ടി ജനിച്ചത്. അപ്പം ജനിച്ചിരിക്കുന്നത് ഇത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്, വേറൊന്നിനുമല്ല. അപ്പോൾ അത് ഗ്രഹിക്കുന്നു. ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ കാര്യം. അല്ലാത്തവന്റെ തലയ്ക്കകത്ത് അടിച്ചു കയറ്റിയാൽ യാതൊരു പ്രയോജനവുമില്ല. മറിച്ചാണെങ്കിൽ ഇത് അനായാസമായി ഗ്രഹിക്കും. ഈ പറയുന്ന പോലെ എത്ര അനായാസമായി പറയുന്നു അത്രയും അനായാസമായിട്ട് ഇത് ഗ്രഹിക്കേണ്ട കാര്യം. ഇതിന് വൈഷമ്യമൊന്നുമില്ല. പക്ഷെ അതിനുവേണ്ടി അതിനുള്ള ജ്ഞാനത്തോടുകൂടി ജനിക്കണം. അതുകൊണ്ടാണല്ലോ എല്ലാവർക്കും പാട്ടുകാരൻ ആകാൻ പറ്റാത്തത്, എല്ലാവർക്കും ചിത്രകാരനാകാൻ പറ്റാത്തത്. അതുപോലെ എല്ലാവർക്കും ഈ ജ്ഞാനവും കഴിഞ്ഞെന്ന് വരത്തില്ല. പിന്നെ ശ്രമിക്കുക, അത്രയേ ഉള്ളൂ. കുറെ ശ്രമിക്കുന്നതിനനുസരിച്ച് കുറേയൊക്കെ കഴിയും.
പല രീതിയിൽ പറയും ഒരേ ഒരു തത്വത്തെ തന്നെ. ഒരേ ഒരു അദ്വൈത തത്വത്തെ തന്നെ പലതരത്തിൽ അവതരിപ്പിക്കുന്നു. അത് ഒരു തരത്തിൽ നമ്മൾ മനസ്സിലാകുമ്പോൾ അത് വേറെ തരത്തിൽ അതങ്ങനെ പറഞ്ഞിരിക്കുന്നത് എന്താ, അങ്ങനെ സംശയം വരാം. അല്ലെങ്കിൽ അതിന് പരിഹാരവും വരും. സർവവും മനോമയം എന്ന് പറഞ്ഞിരിക്കുന്നു. മനസ്സാണോ ഇതൊക്കെ? മനസ്സുള്ളിലല്ലേ ഇരിക്കുന്നത്, ഇതൊക്കെ പുറമേ അല്ലേ? അങ്ങനെ ചിലർ ചോദിക്കും. മനസ്സ്, എന്റെ മനസ്സെന്ന് പറയുന്നു, എന്റെ സുഖമെന്ന് പറയുന്നു, എന്റെ ദുഃഖമെന്ന് പറയുന്നു. മനസ്സ് ജീവനിഷ്ഠമാണ്. പ്രപഞ്ചം അങ്ങനെയല്ല, ഇത് ബാഹ്യമായിട്ട് അനുഭവപ്പെടുന്നത്. ബാഹ്യമായിരിക്കുന്നു ഇത് എങ്ങനെ മനോമയമാകും? അപ്പോൾ വിപരീതമായും ചിന്തിക്കാം. ഇത് മനോമയമാകാൻ വഴിയില്ല. പ്രപഞ്ചം വേറെ, മനസ്സ് വേറെ. അവിടെ പ്രപഞ്ചം മനസ്സെന്നൊക്കെ പറയുമ്പോൾ അതിനെ മനസ്സിലാക്കുന്നത് പ്രത്യേക രീതിയിലാണ്. ഭൗതികമായ ദൃഷ്ടിയിലെ പ്രപഞ്ചത്തെ മനസ്സിലാക്കി, പിന്നെ മനഃശാസ്ത്രത്തിന്റെ ദൃഷ്ടിയിൽ മനസ്സിനെ മനസ്സിലാക്കിയാൽ ഇത് ഒന്നും പിടികിട്ടത്തില്ല. ഇത് ഭൗതിക ശാസ്ത്രമോ മനഃശാസ്ത്രമോ ഒന്നുമല്ല, ആധ്യാത്മിക ശാസ്ത്രമോ. ആ തരത്തിൽ മനസ്സിലാക്കണം. ഇവിടെ എന്താണ് മനസ്സ്? അദ്വൈതത്തിൽ മനസ്സിനെ എന്ത് പറയുന്നു? അങ്ങനെ ഭൗതിക ശാസ്ത്രത്തിലോ അല്ലെങ്കിൽ മനഃശാസ്ത്രത്തിലോ മറ്റോ പറയുന്നുണ്ട്. മനസ്സെന്ന് പറയുന്ന ആത്മാവാണെന്ന് പറയുന്നുണ്ട്. പ്രപഞ്ചത്തെ ബ്രഹ്മമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ മനസ്സിലാക്കിയാലേ സർവവും മനോമയമാണ് എന്ന് പറയുന്നത് മനസ്സിലാകത്തുള്ളൂ. അത് ജാഗ്രത, സ്വപ്ന, സുഷുപ്തി ഈ അവസ്ഥകളിലെ വിശകലനം ചെയ്താലേ മനസ്സിലാവും. അതും അദ്വൈതത്തിൽ ധാരാളം പ്രക്രിയകളുണ്ട്. അതിന് എല്ലാ പ്രക്രിയയും എല്ലാവർക്കും യോജിക്കത്തില്ല. എല്ലാ വിചാര രീതികളും എല്ലാവർക്കും അത് തന്നെ യോജിക്കത്തില്ല. അവരവർക്ക് യോജിക്കുന്ന വിചാര രീതിയിലൂടെ അത് മനസ്സിലാക്കും. അങ്ങനെ മനസ്സിലാക്കിയാൽ ഈ പറയുന്ന സർവവും മനോമയം എന്ന് പറയുന്ന ആശയം മനസ്സിലാവും. അതുകൊണ്ട് ഇവിടെ കേവലം ആന്തരികമായ കാമക്രോധാദി വികാരങ്ങളെ മാത്രം മനോമയമെന്നല്ല പറയുന്നത്. മനോമാത്രത്വ ദ്വൈതസ്യ, ഈ ദ്വൈത പ്രപഞ്ചം മുഴുവനും മനോമാത്രമാണ്. ഈ മനോമാത്രമാണോ അല്ലെങ്കിൽ ജ്ഞാനമാത്രമാണോ, അനുഭവം മാത്രമാണോ പ്രപഞ്ചം? അതിന് തന്നെ ആത്മമാത്രമാണെന്നോ ബ്രഹ്മമാത്രമാണെന്നോ ഏത് പറഞ്ഞാലും ഇവിടെ ഒന്നാണ് താല്പര്യം. ശബ്ദത്തിലേ ഉള്ള വ്യത്യാസം. അവിടെ ദ്വന്ദ്വം മനോമാത്രമാണെന്ന് പറയുന്നു. പക്ഷെ ദ്വന്ദ്വം ആത്മമാത്രമാണെന്ന് പറയുന്ന താല്പര്യത്തിൽ ആ ഒരർത്ഥത്തിൽ അത് ശരിയാവും പൂർണ്ണമായിട്ട്. സർവം ഖണ്ഡിതം ബ്രഹ്മ എന്ന് പറയുന്ന അർത്ഥത്തിലേ അത് ശരിയാവും. വേറൊരർത്ഥത്തിനും കൂടെ യോജിപ്പിക്കാൻ പറ്റത്തില്ല. അല്ലാതെ മനസ്സെന്ന് പറയുന്ന പ്രത്യേകിച്ചൊരു സാധനമുണ്ട്. നമ്മളീ വസ്തുക്കളെയൊക്കെ ഗ്രഹിക്കുന്ന ഒരറിവ്. അപ്പം ഈ അറിവ് അത് അവിടെ ആത്മതത്വം എന്നുള്ളതിനെ വിട്ടിട്ട് ഈ അറിവാണ് ഈ കാണുന്നതെല്ലാം അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ശരിയാകത്തില്ല. ഇവിടെ മനസ്സാ തത്വം തന്നെ, പരമാർത്ഥ തത്വം തന്നെ. ഏതെന്നാണോ അഹമായും ഇതമായും രൂപാന്തരപ്പെട്ടിരിക്കുന്നത് ആ തത്വം തന്നെയാണ് മനസ്സ്. അത് തന്നെയാണ് ആന്തരികമായി നാനാപരിണാമങ്ങളെ പ്രാപിച്ചിരിക്കുന്നത്. അതുതന്നെയാണ് ബാഹ്യമായി ശബ്ദസ്പർശരൂപരസ എന്താ പരിണാമത്തെ പ്രാപിച്ചിരിക്കുന്നത്. അതിനെ ആ തത്വത്തിൽ നിന്നും വേറിട്ട് മനസ്സിലാക്കാൻ ശ്രമിച്ച, തത്വത്തിൽ നിന്ന് വേർതിട്ടൊരു ഗ്രഹീത, ഗ്രഹിക്കുന്നവൻ, ഒരു ഗ്രഹണം, ഒരു ജ്ഞാനം
ഒരു ഗ്രാഹ്യം ആ ജ്ഞാനത്തിന്റെ വിഷയം ഇങ്ങനെ മനസ്സിലാക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ഒന്നില്ല. ക്വാപി വിദ്യതേ, അങ്ങനെ ഒരു മനസ്സിനെ കണ്ടെത്താൻ കഴിയത്തില്ല. മനസ്സിന് സത്തായി കണ്ടുകഴിഞ്ഞാൽ അത് തന്നെ സർവവും. അതിന് ഏറ്റവും നല്ല ഉപായമാണ് ജാഗ്രത സ്വപ്ന സുഷുപ്തി. ഇതിന്റെ ആത്മനിഷ്ഠമായ വിശകലനം, അത് പ്രത്യേകം ചേർക്കണം. ആത്മനിഷ്ഠമായ വിശകലനം, അതുകൊണ്ട് മാത്രമേ അത് സാധ്യമാകൂ. അല്ലാതെ മനസ്സിനൊരു വിഷയമായിട്ടെടുത്ത് വെച്ച് പഠിച്ചു കഴിഞ്ഞാൽ മനസ്സെന്ന് പറയുന്നത് നമ്മുടെ സ്വഭാവത്തെക്കുറിച്ചുള്ള പഠനം മനഃശാസ്ത്രത്തിനും മറ്റും പറയുന്നത്. നമ്മുടെ സ്വഭാവത്തെക്കുറിച്ചുള്ള പഠനമാണ് മനസ്സെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പോയി. അവിടെയൊന്നും ഇത് കിട്ടത്തില്ല. അവർ പറയുന്നതാണ് സ്വഭാവത്തെക്കുറിച്ചുള്ള പഠനമാണ് മനസ്സ്. അതല്ല ഇത്. മനസ്സെന്ന് പറയുന്നത് സ്വതത്വമാണ്. ആ അർത്ഥത്തിൽ സർവവും മനസ്സാണ്. അതുകൊണ്ട് ജാഗ്രത സ്വപ്നങ്ങളിൽ മനസ്സ് ബോധരൂപത്തിൽ പ്രപഞ്ചാകാരമായി നിൽക്കുന്നു, പ്രപഞ്ചരൂപത്തെ പ്രാപിച്ചിരിക്കുന്നു. സുഷുപ്തിയിൽ അത് കേവലം സത്തായി നിൽക്കുന്നു. ഇത്രയേ ഉള്ളൂ. ജാഗ്രത് സ്വപ്നങ്ങളിൽ അസ്ഥി നാസ്തി എന്നുള്ള വ്യവഹാരത്തിന് ആസ്പദമായി മനസ്സ് നിൽക്കുന്നു. ഉണ്ട് ഇല്ല എന്നുള്ള വ്യവഹാരത്തിന് ആസ്പദമായി മനസ്സ് നിൽക്കുന്നു. സുഷുപ്തിയിൽ അത് അവ്യവഹാര്യം, എന്നുവെച്ചാൽ ഉണ്ട് ഇല്ല എന്നുള്ള വ്യവഹാരത്തിന് അതീതമായി അത് നിൽക്കുന്നു. അവിടെ ശരീരമുണ്ടെന്നോ പ്രപഞ്ചമുണ്ടെന്നോ ഇല്ലെന്നോ ഒന്നും പറയാൻ വയ്യ. അതുകൊണ്ടാണ് വിചാരത്തിൽ നിന്നുള്ള പ്രമ, യഥാർത്ഥമായ ബോധം, ആത്മബോധം എല്ലാം ജാഗ്രതയിലെ ഉണ്ടാകുന്നു എന്നതുകൊണ്ട്. ആ വിചാരത്തിന് സഹായകമായി സ്വപ്നത്തെയും സുഷുപ്തിയെയും സ്വീകരിക്കുന്നു എന്നേ ഉള്ളൂ. ബോധം ഇവിടെ സംഭവിക്കുന്നു. വിചാരം ചെയ്യുന്നവന് ഈ ജാഗ്രതയിൽ തന്നെ സംഭവിക്കുന്നു. അതിന് ആത്മബോധം എന്ന് പറയുന്നു. ബോധത്തിന് വിഷയമല്ലാത്ത ആത്മാവിനെ കുറിച്ചുള്ള ബോധം, അത് ജാഗ്രത തന്നെ സംഭവിക്കുന്നു. അതിന് വൈരുദ്ധ്യമൊന്നുമില്ല. ബോധത്തിന് വിഷയം അല്ലാതെയുള്ള ആത്മാവിനെ കുറിച്ചുള്ള ബോധം എന്നെങ്ങനെ പറയാൻ പറ്റും? ആത്മാവ് നിർവിഷയമാണെന്നറിയുന്നതും ആത്മാവിനെ കുറിച്ചുള്ള ബോധമാണ്. ബോധത്തിന് ഇങ്ങനെയാകാവൂ എന്ന് നിയമമില്ല. ആരാധന നിയമം ഉണ്ടാക്കിയിരിക്കുന്നു. നിർവിഷയമെന്നറിഞ്ഞാലും അത് ബോധമാണ്, നിരാകാരമെന്നറിഞ്ഞാലും അത് ബോധമാണ്, സ്വസ്വരൂപമെന്നറിയുന്നതും ബോധമാണ്. അത് തന്റെ വാസ്തവ സ്വരൂപമാണ്. അങ്ങനെ ഒരു ബോധം തന്നെ സംബന്ധിച്ച്, തന്റെ വാസ്തവ സ്വരൂപത്തെക്കുറിച്ച് ജാഗ്രതത്തിലുണ്ടാകും. അവിടെയാണ് സർവവും മനോമയം അല്ലെങ്കിൽ ബോധമയം എന്നിവിടെ ശ്രുതി പറയുന്നു. അതുകൊണ്ട് ഇത് കേവലം അന്ധകരണ വികാരങ്ങൾക്ക് വേണ്ടി മാത്രം പറഞ്ഞതല്ല. പറഞ്ഞു ദേഹേന്ദ്രിയാദി പ്രപഞ്ചം ജാതം സർവം, അത് വിവക്ഷിതമാണ്. അതും ഒരു മുഖ്യമായ കാര്യമാണ്. ഇവിടെ ശ്രുതിയിൽ ഇത്രയും വിശദീകരിച്ച് പറയുന്നില്ലല്ലോ. ശ്രുതിയിൽ സർവം മനേവ എന്നാ പറഞ്ഞുള്ളൂ. നമ്മൾ വിശദീകരിച്ചപ്പോഴാണ് ഇത്രയും പോയത്. ഇതൊക്കെ അവിടെ ഉള്ളതാണോ ഇല്ലാത്തതാണോ? പറയുന്നു അവിടെ വിവക്ഷയുണ്ട്, എന്നുവെച്ചാൽ താല്പര്യമുണ്ടെന്നോ. ഒരു താല്പര്യത്തെ മനസ്സിൽ വെച്ചുകൊണ്ട് ചില സൂചനകൾ നൽകുന്നത്, അതാണ് ശ്രുതി ചെയ്യുന്നത്. ആ സൂചനകളാണ് ഈ ശബ്ദങ്ങൾ.
ആ സൂചനാരൂപത്തിലുള്ള ശബ്ദങ്ങളിൽ നിന്ന് ഈ താല്പര്യത്തെ നമ്മൾ കണ്ടെത്തണം. അതാണ് വിവക്ഷ എന്ന് പറയുന്നത്. അതവിടെയുണ്ട്. ആ സൂചനകളെ ആശ്രയിച്ച് താല്പര്യത്തിൽ മനസ്സെത്തിച്ചേരണം. അതാണ് ജ്ഞാനം. അതിനാണ് വ്യാഖ്യാനം വിശദീകരണമൊക്കെ ആവശ്യമായിട്ട് വരുന്നത്. അതിനാണ് വിചാരം ആവശ്യമായിട്ട് വരുന്നത്. അതുകൊണ്ട് ഇവിടെ പറഞ്ഞു എന്താണ് ഇത് വിവക്ഷിതമാണെന്ന് വെച്ചാൽ ഇവിടെ നേരിട്ട് പറഞ്ഞിട്ടില്ല, പക്ഷെ കണ്ടെത്തണം. അതുകൊണ്ടെന്താണ് മനോമാത്രത്വ ദ്വൈതസ്യ മനേവേദി എന്നുവെച്ചാ നിമിത്ത നൈമിത്തികത്വന് സമാനധീനം കുലാലാദം അധിഷ്ഠത്വാദി തദാന്യം തയോർഗ്രാഹ്യം. ഇവിടെ താതാത്മ്യത്തെയാണ് ഗ്രഹിക്കേണ്ടത്. ഒന്ന് തന്നെ ആത്യന്തികമായിട്ട് മനസ്സ് ഗ്രഹിക്കുന്ന വിഷയങ്ങളും ഇതെല്ലാം ഒന്ന് തന്നെ. സർവം ഖൽവിദം ബ്രഹ്മ എന്ന് ശ്രുതി പറഞ്ഞതാണ്. സർവം എന്ന് പറയുന്നതും ബ്രഹ്മം എന്ന് പറയുന്നതും ഒന്നിനെ തന്നെ. അതിന് സ്ഫുരണമെന്നോ ബോധമെന്നോ മനസ്സെന്നോ അറിവെന്നോ ജ്ഞാനമെന്നോ ഏത് ശബ്ദം കൊണ്ട് വേണമെങ്കിലും പറയാം. ശ്രുതി അതാണ് ബോധിപ്പിക്കാൻ, ആ താതാത്മ്യത്തെ, ഏകത്വത്തെ അതാണ് ശ്രുതി ബോധിപ്പിക്കാൻ താല്പര്യപ്പെടുന്നത്. തുടർന്ന് പറയുന്നത് മനയോ തസ്മാത് വിപൃഷ്ഠത ഉപസ്പൃഷ്ടോ മനസാ വിജാനാതി യശ്ച ശബ്ദോ വാഗേവ സ ഏഷാ ഹി അന്തമായ ഏഷാ ഹി ന പ്രാണോ അപാനോ വ്യാന ഉദാന സമാനോ അന ഇത്യേത് സർവം പ്രാണേയ ഏതന്മയോ വായമാത്മാ വാങ്മയോ മനോമയ പ്രാണമയ. പ്രധാനമായി വരുന്ന മൂന്ന് കർണങ്ങൾ: വാക്ക്, മനസ്സ്, പ്രാണൻ. ആത്മാവിനെ കുറിച്ച് പറയുന്നു, ഈ ആത്മാവ് വാങ്മയനാണ്, മനോമയനാണ്, പ്രാണമയനാണ്. അപ്പോൾ ഈ ആത്മാവെന്ന് പറയുന്ന ഒരു തത്വത്തിൽ നിന്ന് പ്രാണൻ, വാക്ക്, മനസ്സ് എന്നിങ്ങനെ നാനാത്വത്തിലേക്കും പോകും. കാരണം ഇതിന്റെ പ്രവൃത്തികൾ പലതരത്തിലാണ്, പലതരത്തിൽ പ്രവർത്തിക്കുന്നു. അതുകൊണ്ടിത് നാനാത്വത്തിലേക്കുള്ള ഒരു വഴിയാണ്. നമുക്ക് വാക്കിനെ കുറിച്ച് പഠിക്കാം, പ്രാണനെ കുറിച്ച് പഠിക്കാം, മനസ്സിന്റെ കുറിച്ച് പഠിക്കാം. പക്ഷെ ആത്യന്തികമായിട്ട് എന്താണ് ആത്മാ? അത് വാഗ്മയനും മനോമയനും പ്രാണമയനുമായിരിക്കുന്നു. തത്വദൃഷ്ടി കാണുകയാണെങ്കിൽ ഒരേ ഒരു തത്വം തന്നെയാണ് ഈ നാനാരൂപത്തെ പ്രാപിച്ചിരിക്കുന്നത്. അല്ല, ബാഹ്യദൃഷ്ടിയിൽ വസ്തുദൃഷ്ടി കാണുകയാണെങ്കിൽ ഇത് ഓരോന്നും പ്രത്യേകം പഠനാർഹങ്ങളായ വിഷയങ്ങളാണ്. ഇതിനെല്ലാം ശരീരത്തോട് ബന്ധപ്പെടുത്തിയും പഠിക്കാം. ഈ ശരീരത്തിൽ മനസ്സെങ്ങനെ പ്രവർത്തിക്കുന്നു, ശരീരത്തിൽ പ്രാണൻ എങ്ങനെ പ്രവർത്തിക്കുന്നു, ഭൗതികമായ പഠനം, ശരീരത്തിൽ മനസ്സെങ്ങനെ പ്രവർത്തിക്കുന്നു, ശരീരശാസ്ത്രം, ശബ്ദശാസ്ത്രം, മനഃശാസ്ത്രം, അങ്ങനെ പോകും. ഇതും നമ്മുടെ പഠന വിഷയങ്ങളാണല്ലോ. ഭൗതികമായ കാര്യങ്ങൾക്ക് ഇതെല്ലാം ആവശ്യമാണ്. അതിന്റെ സൂചന ഇവിടെ കൊടുക്കുന്നുണ്ട്. പക്ഷെ ആധ്യാത്മിക ശാസ്ത്രം എന്നുണ്ടെങ്കിൽ ഇവിടെ ആത്മതത്വത്തിനാണ് ഇവിടെ പ്രാധാന്യം. ആ ദൃഷ്ടി നോക്കുമ്പോൾ ഒരേ ഒരു ആത്മതത്വം തന്നെ ഈ മനഃശാസ്ത്രത്തിനും ശബ്ദശാസ്ത്രത്തിനും പ്രാണശാസ്ത്രത്തിനും എല്ലാം ആധാരമായിരിക്കുന്നത്. ഒരാളെങ്ങനെയാണോ ഇതിനെ കാണാൻ ആഗ്രഹിക്കുന്നത് അതിനനുസരിച്ച് തുടർന്നു വരുന്ന ഭാഗങ്ങളിലെല്ലാം ഇതിനെ പലതരത്തിൽ വ്യാഖ്യാനിക്കുന്നു. മനഃശാസ്ത്രത്തിന്റെ ദൃഷ്ടിയിൽ, പ്രാണശാസ്ത്രത്തിന്റെ ദൃഷ്ടിയിൽ, ശബ്ദശാസ്ത്രത്തിന്റെ ദൃഷ്ടിയിൽ. അങ്ങനെയുള്ള വിശദീകരണങ്ങൾ കൊണ്ടെന്താ ഉപയോഗമുണ്ട്. കാരണം ഇവിടെ ആധ്യാത്മിക ശാസ്ത്രത്തെ അതെല്ലാം കേവലം ഉപാസനയ്ക്ക് വേണ്ടി. ഈ അധ്യായത്തിന്റെ അവസാനം വരെ പറയുന്ന കാര്യങ്ങളെല്ലാം
അതിനിടെ നമ്മൾ പറയുന്നത് പോലെ അത് ശബ്ദശാസ്ത്രമോ മനഃശാസ്ത്രമോ പ്രാണശാസ്ത്രമോ എല്ലാം കണ്ടേക്കാം. ഇനി അതാത് ശാസ്ത്രങ്ങൾക്ക് അതാത് പ്രയോജനം കാണും. ആ ദൃഷ്ടിയിൽ അതിനെ പഠിക്കുന്നവർക്ക് അങ്ങനെ ഉപയോഗപ്പെടുത്തും. നമ്മൾ പറയാറുണ്ടല്ലോ, വേദത്തിൽ എല്ലാ ശാസ്ത്രങ്ങളും ഉണ്ട്, ഭൗതിക ശാസ്ത്രങ്ങൾ അതിനകത്തുണ്ടെന്ന് ചിലർ വ്യാഖ്യാനിക്കാറുണ്ടല്ലോ. അങ്ങനെ ദൃഷ്ടിയിൽ നോക്കിയാൽ അത് കണ്ടെത്താം, ഇല്ലെന്ന് പറയുന്നില്ല. ഭാഷ്യകാരൻ തുടർന്നു വരുന്ന ഭാഗങ്ങളെല്ലാം വ്യാഖ്യാനിക്കുന്നത് ഉപാസനയ്ക്ക് വേണ്ടിയിട്ട്. ഈ കേവലം തത്വപരമായ ഭാഗങ്ങൾ വ്യാഖ്യാനിച്ച പോലെ എന്തിനു ഉപാസന ഭാഗം ഇത്രയും വ്യാഖ്യാനിക്കണം? അത് വിട്ടുകൂടെ, അത് കഴിയില്ല. കാരണം എന്തുകൊണ്ട്? അന്ന് കർമ്മം ഉപാസന ഇത് പരസ്പരം ഒന്നിച്ച് പരസ്പരം കെട്ടുപണഞ്ഞ് കിടന്ന ഒരു കാലമായിരുന്നു. കർമ്മത്തിന്റെ ഭാഗമായിരുന്നു ഉപാസനകൾ. ഈ തത്വജ്ഞാനത്തെ കർമ്മത്തിൽ നിന്നും ഉപാസനയിൽ നിന്നും വേർതിരിച്ചെടുക്കും. ഒരു വസ്തുവിനെ പലതിൽ നിന്നും വേർതിരിക്കണമെങ്കിൽ അരിക്കകത്ത് കല്ല് കടന്നു കഴിഞ്ഞാൽ കല്ലും നെല്ലും വേർതിരിക്കണമെങ്കിൽ രണ്ടും തിരിച്ചറിയാവുന്നവനല്ലേ പറ്റും വേർതിരിക്കാൻ. ഒന്ന് മാത്രം അറിയാവുന്നവനെങ്ങനെ കല്ലിൽ നിന്ന് നെല്ലിനെ വേർതിരിക്കാൻ പറ്റും? അതുകൊണ്ട് എന്താണ് കർമ്മം, എന്താണ് ഉപാസന, എന്താണ് തത്വജ്ഞാനം എന്ന് വേർതിരിക്കുന്നതിന് വേണ്ടി ഉപാസനാ ഭാഗങ്ങൾ വരുമ്പോൾ അതിനെയും വ്യാഖ്യാനിക്കുന്നു. പിന്നെ കർമ്മകാണ്ഡത്തിൽ മുഴുകിയിരിക്കുന്നവർക്ക്, ഉപാസനയിൽ താല്പര്യമുള്ളവർക്ക് ഉപാസനയാകാം. അതിനുവേണ്ടി ഉപാസന അസംബന്ധമാണെന്ന് പറയുന്നില്ല. തത്വജ്ഞാനത്തിന്റെ ദൃഷ്ടിയിൽ അവിടെ ഉപാസനയ്ക്ക് സ്ഥാനമൊന്നുമില്ലെന്നേ ഉള്ളൂ. പക്ഷെ കർമ്മവുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ ഉപാസനയ്ക്ക് പ്രസക്തിയുള്ളതാണ്. കർമ്മസമുച്ചിതമായ ഉപാസന എന്ന് ഭാഷ്യകാരൻ, കർമ്മ ഉപാസന സമുച്ചയത്തെ ഭാഷ്യകാരൻ ആവർത്തിക്കുന്നു. അത് ആവശ്യമാണ്. ഈശാവാസ്യത്തിന്റെ ഭാഷ്യത്തിൽ നമ്മളത് ചർച്ച ചെയ്തിട്ടുണ്ട്. വിദ്യാവിദ്യകളെ കുറിച്ച് ചർച്ച ചെയ്യുന്നു. പിന്നെ തത്വജ്ഞാനത്തെക്കുറിച്ച് പറയുമ്പോൾ അതിനവിടെ ഒന്നുമില്ല. പക്ഷെ അതിനെ വേർതിരിക്കണ്ടേ, എന്താണ് തത്വജ്ഞാനം? നമ്മൾ തുടർന്നു വരുന്ന ഉപാസനാ ഭാഗങ്ങൾ നമ്മൾ ഇന്നത്തെ കാലത്ത് അതിന് ചർച്ചയ്ക്ക് വലിയ പ്രസക്തിയൊന്നുമില്ല. പിന്നെ അതിലെന്തെങ്കിലും ഭൗതിക സയൻസ് ഉണ്ടെങ്കിൽ അത് കണ്ടെത്താൻ ശ്രമിക്കുന്നവർ ചിലപ്പോൾ പ്രയോജനം ചെയ്തെന്നിരിക്കും. ആധ്യാത്മികമായി അതിന് ഇന്നത്തെ കാലത്തിൽ അതിന്, കാരണം കർമ്മമായിട്ട് ആർക്കും ബന്ധമില്ലാത്തതുകൊണ്ട് അതിനൊന്നും വലിയ പ്രസക്തിയില്ല. തുടർന്നു വരുന്ന ഭാഗങ്ങൾ ആ തത്വജ്ഞാനത്തെക്കുറിച്ച് വരുന്ന ഭാഗങ്ങൾ മാത്രം നമ്മൾ ചർച്ച ചെയ്യത്തുള്ളൂ. ഉപാസന ഭാഗങ്ങൾ ആർക്കെങ്കിലും ഉപാസിക്കണമെന്ന് നിർബന്ധമുണ്ടെങ്കിൽ, വായിച്ചിട്ട് മനസ്സിലാകുന്നുണ്ടെങ്കിൽ പറഞ്ഞുതരാം. അല്ലെങ്കിൽ ആ തത്വജ്ഞാനത്തിന്റെ ഭാഗങ്ങൾ മാത്രമേ നമ്മൾ ചർച്ച ചെയ്യത്തുള്ളൂ, തുടർന്നു വരുന്ന ഭാഗങ്ങൾ.